മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓഡിബിൾ ആണോ? അതെ. കറക്റ്റായിട്ട് വോയിസ് കിട്ടുന്നില്ല. ഹെയർസെറ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു. ക്ലിയർ ആണ്. ഓക്കെ. നമുക്ക് 56 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേര് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ആദ്യമായിട്ട് ഇവന്റ് അറ്റൻഡ് ചെയ്യുന്ന കുറെ പേരെ നമ്മൾ മീറ്റപ്പിൽ കണ്ടിരുന്നു. അവരെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സെഷൻ ഓട്ടോമേറ്റ് യുവർ വർക്ക് ഫ്ലോ വിത്ത് ഗിറ്റബ് ആക്ഷൻസ്. നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഓൺലൈൻ സെഷൻസ് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷമുള്ള മൂന്നാമത്തെ ഇവന്റാണ്, ഓൺലൈൻ ഇവന്റാണ്. ആദ്യം നമ്മൾ ക്ലൗഡ് മൈഗ്രേഷന്റെ ഒരു സെഷൻ നമ്മുടെ ലിൻസി ചേട്ടൻ, അതിനുശേഷം തൗഫീഖ് കഴിഞ്ഞ ആഴ്ച ഒരു സെഷൻ എടുത്തിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ സെഷനാണ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേറ്റർ നിരൺ വിജയകുമാർ, ഡവോസ് മലയാളത്തിന്റെ റെഗുലർ ആയിട്ടുള്ള സ്പീക്കർ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റർ ആണ്. നിരൺ ഡവോസ് മലയാളത്തിലേക്ക് വരുന്ന ഒരു GCPയുടെ എഡ്യൂക്കേറ്റർ അല്ലെങ്കിൽ സ്പീക്കറായിട്ടാണെങ്കിലും മറ്റ് മേഖലകളിലും പ്രത്യേകിച്ചും അഷൂർ ക്ലൗഡിലും ഒക്കെ വൈദഗ്ധ്യമുള്ള ഒരാളാണ്. ഒരു മൾട്ടി ക്ലൗഡ് സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. അതുപോലെ തന്നെ ഡവോസ് മലയാളത്തിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ഇവന്റ്സിലൊക്കെ നേരെ സംസാരിച്ചിട്ടുണ്ട്. മറ്റ് കമ്മ്യൂണിറ്റികളുടെയും ഇതുപോലെ ഓഫ്ലൈൻ ഓൺലൈൻ ഇവന്റ്സിൽ സംസാരിക്കാറും വർക്ക്ഷോപ്പൊക്കെ ചെയ്യാറുള്ള ഒരാളാണ് അദ്ദേഹം. കൂടുതലായിട്ട് നിരൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്നത്തെ നമ്മുടെ സെഷന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഗിറ്റബ് ആക്ഷൻസിനെ കുറിച്ചുള്ള എന്താണ് ഗിറ്റബ് ആക്ഷൻസ്, എന്തുകൊണ്ട്, അതിന്റെ കീ കോൺസെപ്റ്റ്സ്, അത് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ലൈഡിന്റെ സഹായത്തോടെ പറഞ്ഞ ശേഷം ഒരു ഡെഡിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു ഡെമോ ആയിരിക്കും. ആ ഡെമോയ്ക്ക് ശേഷം വീണ്ടും നമുക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ടൈമിംഗ് ഉണ്ടാകും. അപ്പൊ ഇതിനിടയ്ക്ക് ഈ സെഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചാറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഡെഡിക്കേറ്റഡ് സമയത്ത് നമ്മൾ ആ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ സെഷന്റെ ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ദയവായിട്ട് ഇപ്പോഴല്ല, കുറച്ചതിന് ശേഷം ഈ റൂമിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഫീഡ്ബാക്ക് ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫീഡ്ബാക്കുകൾ അനുസരിച്ചാണ് നമ്മൾ എപ്പോഴും മുമ്പോട്ടുള്ള സെഷൻസ് ക്രമീകരിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡവോസ് മലയാളത്തിന്റെ സെഷന്റെ ഒരു പ്രത്യേകത പറയാറുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ ഒരു ഡിസ്കഷൻ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് വരുമ്പോൾ എഡ്യൂക്കേറ്റർ തന്നെ ആയിരിക്കുന്നില്ല സംസാരിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ഒരു മേഖല ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഇത്ര അറിയാമെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വെച്ചാൽ മതി. ആ കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഇന്നത്തെ ഈ സെഷൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റെക്കോർഡിംഗ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും നമ്മുടെ ചാനലുകളിലും ലിങ്കിൻ പേജിലും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിന്റെ കീ ടേക്ക് അവേ എടുക്കുന്നുണ്ടാവും. ഈ കീ ടേക്ക് അവേ വീഡിയോയും കൂടി നമ്മുടെ വെബ്സൈറ്റിലും പബ്ലിഷ് ചെയ്യുന്നതാണ്. അതിന്റെ അനൗൺസ്മെന്റ് നമ്മുടെ ചാനലിലും പേജിലും നടത്തുന്നതായിരിക്കും. ഓക്കെ, നിരൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 61 പേര് ഇപ്പോൾ ഇവിടെ ലിസണേഴ്സ് ആയിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഡെവോസ് ടീം, ഡെവോസ് മലയാളം ടീം ഇപ്പോൾ ഇത് ഇങ്ങനൊരു അവസരം വീണ്ടും തന്നതിന് വളരെ നന്ദിയുണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം. സോ അപ്പം പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഈ കുറച്ച് സ്ലൈഡ്സ് നമ്മൾ കണ്ടിട്ട് എന്താണ് ഈ ഗിറ്റബ് ആക്ഷൻസ് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ഡെമോ പോലെ നമുക്ക് ചെയ്യാം. ഡെമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ഡെമോ ആണ്. നമ്മളൊരു ഹെലോ വേൾഡ് കൈൻഡ് ഓഫ് ഡെമോ ആണ്. അപ്പം നമുക്കത് ജസ്റ്റ് ഒരു ബേസ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന പോലെ ഉള്ള ഒരു രീതിയിലാണ് ഇത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു കുറേ പുതിയ ആൾക്കാർ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പം ഡെവോപ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. സോ ഈ സ്റ്റാർട്ട് ചെയ്തവരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇത് ഒന്ന് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതായത് ഒന്ന് പുതുതായിട്ട് തുടങ്ങുവാണ്, എന്താണ് CI/CD എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല.
നമ്മളതൊക്കെ ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ പോലെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്യും. സോ അപ്പം ഇന്നത്തെ സെഷൻ എന്ന് നമ്മള് ഞാന് ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗിറ്റബ് ആക്ഷൻസ് എന്ന് പറഞ്ഞ സാധനമാണ്. അത് ഈ നമ്മളെ വർക്ക് ഫ്ലോസ്, അതായത് നമ്മളിപ്പം ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ കോഡ് ഒന്ന് ബിൽഡ് ക്രിയേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ അതിലെങ്ങനെ ബേസിക് ആയിട്ട് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് എല്ലാം കോഡെല്ലാം വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ് ഈ ചെയ്ത കോഡിനെ, നമ്മൾ ബിൽഡ് ചെയ്ത കോഡിനെ ഒരിടത്ത് ഡിപ്ലോയ്മെന്റ് ചെയ്യുക. ആ ഡിപ്ലോയ്മെന്റ് നമുക്ക് എങ്ങനെ ഡൈനാമിക് ആക്കാം. ഡൈനാമിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡ് എടുത്തു കഴിഞ്ഞാൽ സെയിം സാധനം നമ്മളത് എങ്ങനെ മൾട്ടിപ്പിൾ എൻവയോൺമെന്റ്സ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബിൽഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ബിൽഡ് ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലേക്കും പിന്നെ ടെസ്റ്റിംഗിലേക്കും പിന്നെ അത് കഴിഞ്ഞ് പ്രൊഡക്ഷനിലേക്കും പുഷ് ചെയ്യുന്നത്. പക്ഷെ അതിൽ കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് സോ ബേസിക് ആയിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ സോ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഷൻ അബൌട്ട് മീ. ഞാൻ നിരൺ വിജയകുമാർ. ഞാൻ കുറച്ച് നാളായിട്ട് ക്ലൗഡിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ടുണ്ട്. റെഗുലറായിട്ട് സ്പീക്ക് ചെയ്യാറുണ്ട്. ക്ലൗഡ് ടെക്നോളജിയാണ് എൻ്റെ ഒരു മെയിൻ ഇൻട്രസ്റ്റ് ഏരിയ. ഞാൻ ബേസിക്കലി ഒരു ഡോണറ്റ് ഡെവലപ്പറാണ്. ഒരു ഡിസൈനറായിട്ട് തുടങ്ങി, ഇപ്പോൾ ഡോണറ്റ് ഡെവലപ്മെന്റ്, പിന്നെ ഇപ്പം ക്ലൗഡിൽ GCP ആയിരുന്നു മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അഷറിലും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഹോബീസ് പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫിയാണ് മെയിൻ ഒരു ഹോബി. പിന്നെ ഈ മീറ്റപ്പിനെല്ലാം സ്പീക്കറായിട്ടും അറ്റൻഡ് ചെയ്യായിട്ടും ഒക്കെ പോകാറുണ്ട്. അതുകൊണ്ട് കുറേ പേരൊക്കെ ഇവിടെ ഉള്ളവരെ അറിയാം. ഡെവോസ് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ GCP സെഷൻ എടുത്തിട്ടാണ് തുടങ്ങിയത്. പണ്ട് ക്ലബ് ഹൗസിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയത്ത് അതിലുണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് മീ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഗിറ്റബ് ആക്ഷൻസ്. ഈ ഗിറ്റബ് ആക്ഷൻസ് എന്ന് പറയുന്നത് ഈ സ്ലൈഡിലുള്ള ഇത് ജസ്റ്റ് ഹൈ ലെവലിൽ ഞാൻ അതേപോലെ പറയുന്നില്ല. സോ ഇതിൽ CI/CD എന്ന് എന്താണെന്ന് അറിയാത്തവർക്കും കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞു, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കോഡ് ഡെവലപ്പ് ചെയ്യുകയാണ്. കോഡ് ഡെവലപ്പ് ചെയ്യുന്ന പല ലാംഗ്വേജിലാവാം, ഡോട്ട്നെറ്റ് ആവാം, ജാവ ആവാം, പൈത്തൺ ആവാം, നോഡ് ആവാം, ആംഗുലാർ, റിയാക്ട്, അങ്ങനെ എന്തിൽ വേണോ എനിക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് പണ്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരു ബിൽഡ് എടുക്കും. ഈ കോഡ് കമ്പൈൽ ചെയ്ത് നമ്മൾ ലോക്കലി ഒരു ബിൽഡ് എടുത്തിട്ട്, ഞാൻ പണ്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയിലൊക്കെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡ് എടുത്ത് നമ്മളൊരു പർട്ടിക്കുലർ പ്ലേസിലിടും. ഇതൊരു ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന ഒരു ടീമിന് കൊടുക്കും. അവരെ ഇത് മാനുവലായിട്ട് പോയിട്ട് ഒരു സെർവറിൽ അങ്ങ് ഡിപ്ലോയ് ചെയ്യും. അതാണ് പണ്ട് ചെയ്തിരുന്നത്. അപ്പം എന്തൊക്കെ ഇഷ്യൂ എന്ന് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എൻവയോൺമെന്റും ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന എൻവയോൺമെന്റും എല്ലാം കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അത് മാത്രമല്ല, ഞാനിപ്പം ഒരു സാധനം ബിൽഡൊക്കെ എടുത്ത് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡിപ്ലോയ്മെന്റ് ഒക്കെ ചെയ്ത് വരുന്ന പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മൈ ടേക്ക് എ വീക്ക്. ചിലപ്പോൾ അത് അതിൽ കൂടുതലും എടുക്കാം. അത് മാത്രമല്ല, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടൊക്കെ പോവാം. എനിക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡീബഗ് ചെയ്യാൻ പറ്റത്തില്ല, ലോഗ് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു ഡിപ്ലോയ്മെന്റ് ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവർ വഴിയായിരിക്കും ഇതൊക്കെ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നതും കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യുന്നതും അതെല്ലാം ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഞാൻ മോസ്റ്റ്ലി പണ്ട് ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ആ ടെക്സ്റ്റ് ഫയലിൽ സ്റ്റെപ്പ് 1 കോപ്പി, ഈ ഫയൽ ഇന്ന ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക, സ്റ്റെപ്പ് 2 ഇന്ന പെർമിഷൻ സെറ്റ് ചെയ്യുക, സ്റ്റെപ്പ് 3 ഇതൊക്കെ നമ്മൾ മാനുവലായിട്ട് ഓരോരോ ടെക്സ്റ്റ് ആയിട്ടൊക്കെ ഇടും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓവർകം ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഡെവോപ്സ് എന്നൊരു കോൺസെപ്റ്റ് ഇപ്പം കൂടുതലായിട്ടും ഇപ്പോഴല്ല, അത് കുറച്ച് നാളായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഡെവലപ്പറും ഈ ഓപ്പറേഷൻസ് ടീമും രണ്ടായിട്ട് ചെയ്യുന്നതിന് പകരം അവരുടെ ആക്ഷൻസും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഉള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് ഞാനിപ്പോൾ ഒരു കോഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിപ്ലോയ്മെന്റ് വരെ എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ഒരിടത്ത് ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റിലായാലും ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ വേറൊരു ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യേണ്ട. ഞാൻ ഒരു സാധനം കോഡൊന്ന് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബിൽഡായിട്ട് അത് കമ്പൈലായി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചിട്ട്
ഇല്ല ഇതിന്റെ അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അതായത് പുൾ റിക്വസ്റ്റ് എന്നൊക്കെ പറയും. അപ്പം നമ്മളിപ്പം ഒരു കോഡ് ചെയ്യുമ്പം നമ്മളെ ബ്രാഞ്ചിൽ നമ്മളെ ഗിറ്റ് ബ്രാഞ്ചിൽ നമ്മൾ ചെയ്ത് അതൊരു പുൾ റിക്വസ്റ്റ് റൈസ് ചെയ്ത് അത് അപ്രൂവ് ചെയ്യുമ്പോഴായിരിക്കും അത് ഡിപ്ലോയ് ആവുന്നത്. അപ്പൊ അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് എനിക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റണം. ആ ഡിപ്ലോയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്കിപ്പം ഡെവലപ്മെന്റിലായിരിക്കും ഡിപ്ലോയ്മെന്റ് ചെയ്ത് അവിടെ എനിക്ക് ടെസ്റ്റ് ചെയ്യണം. ഇല്ല ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേ ബിൽഡ് എനിക്ക് അടുത്ത എൻവയോൺമെന്റിലോട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യണം. അതും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം. അപ്പൊ അവിടെ കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ് ഡെലിവറി എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റ് വരും. അപ്പം ആദ്യം ഞാൻ പറഞ്ഞ ഈ കമ്പൈൽ ചെയ്ത് ബിൽഡ് ചെയ്ത് സോഴ്സ് കോഡ് ബിൽഡ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിന് പറയുന്നതാണ് CI കണ്ടിന്യൂസ് ഇന്റഗ്രേഷൻ. രണ്ടാമത് പറഞ്ഞ ഈ ഡിപ്ലോയ്മെന്റും കണ്ടിന്യൂസ് ഡെലിവറി എന്ന് പറയുന്ന 2 ടേം അത് ആണ് CD. അപ്പം ഈ CD എന്ന് പറയുന്നത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനം ഡിപ്ലോയ്മെന്റ് ഏതെങ്കിലും ഒരു നമ്മൾ ഈ ബിൽഡ് ചെയ്ത സാധനം ചിലപ്പോൾ നമ്മൾ ആ VMലേക്കായിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. ഒരു സെർവറിലേക്ക് വിർച്വൽ മെഷീനിലേക്കായിരിക്കും ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സെർവർലെസ് ഓപ്ഷൻസ് ഉണ്ട്. അഷ്യൂർ ക്ലൗഡിലോട്ടോ ഗൂഗിൾ ക്ലൗഡിലോട്ടോ അല്ലെങ്കിൽ AWSലെ ഒരു ഫംഗ്ഷൻ ആയിട്ടോ എങ്ങനെ വേണോ എനിക്ക് അത് ഡിപ്ലോയ് ചെയ്യാം. അതൊക്കെ പല രീതിയിൽ പല സ്ഥലത്ത് നമുക്ക് കൊണ്ടുപോയി ഡിപ്ലോയ്മെന്റ് ചെയ്യാം. അതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് ഈ ഒരു മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. ഗിറ്റപ്പ് ആക്ഷൻസ് എന്ന് പറയുന്നത് അതിലൊരു ടൂൾ മാത്രമാണ്. മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺ ഓഫ് ദ ഫേമസ് ഈസ് ജെങ്കിൻസ്, അർഗോ CD, അങ്ങനെ കുറേ ടൂൾസ് ഉണ്ട്. അഷ്യൂർ ഡെവോപ്സ് ഉണ്ട്. ഇങ്ങനെ പല പല ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ. അതിൽ വേറെ ഒരു വൺ ഓഫ് ദ അതർ മേജർ ടൂൾ ഈസ് ഗിറ്റപ്പ് ആക്ഷൻസ്. എന്ന് വെച്ചാൽ ഇപ്പം ഗിറ്റപ്പ് അറിഞ്ഞൂടാത്തവരാരും കാണൂലെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ കോഡൊക്കെ നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് ഒരു ഒരു റെപ്പോസിറ്ററി ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഗിറ്റപ്പ് എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി നമുക്ക് കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ടൊരു നല്ല ഇന്റഗ്രേഷൻ ഉണ്ട് ഈ ഗിറ്റപ്പ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പം ജെങ്കിൻസ് പോലുള്ള ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഫുള്ളായിട്ട് മാനേജ് ചെയ്യണം. ജെങ്കിൻസിന്റെ ഇൻസ്റ്റൻസ് സെറ്റപ്പ് ചെയ്യുന്നത് തൊട്ട് കോൺഫിഗറേഷൻ അതും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിറ്റപ്പ് ആക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെങ്കിൻസിന്റെ ഒക്കെ ഒരു റീപ്ലേസ്മെന്റ് പോലെ ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വറി ചെയ്യണ്ട. ഈ ജെങ്കിൻസ് പോലൊരു സെറ്റപ്പ് നമ്മൾ ഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇതൊക്കെ ടൂൾസ് മാനേജ് ചെയ്യുന്നത് അതെല്ലാം ഈസിയാണ്. അപ്പം സോ ഇൻ ഷോർട്ട് നമ്മൾ ഈ ഗിറ്റപ്പ് ആക്ഷൻസ് എന്ന് പറയുന്നത് ഇത് നമ്മളെ ഈ പറഞ്ഞ വർക്ക് ഫ്ലോസ് അതായത് CI/CD വർക്ക് ഫ്ലോസ് ഗിറ്റപ്പ് റെപ്പോസിറ്ററീസിന് വേണ്ടിയിട്ട് അത് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിറ്റപ്പ് റെപ്പോസിറ്ററിയിൽ വരുന്ന കോഡിനെ ബിൽഡ് ചെയ്ത് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന പ്രോസസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഓപ്ഷനാണ് ഗിറ്റപ്പ് ആക്ഷൻസ്. ഇത് ഡിപ്ലോയ്മെന്റ് മാത്രമല്ല നമുക്ക് ഈവൻ ഇൻഫ്രാസ്ട്രക്ചർ സ്പിന്നപ്പ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും അങ്ങനെയെല്ലാം ഡൈനാമിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഗിറ്റപ്പ് ആക്ഷൻസ് വെച്ച്. ഓക്കെ. സോ ഇത് നമ്മളെ ഈ ബിൽഡിംഗ് ടെസ്റ്റും എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഗിറ്റപ്പ് ആക്ഷൻസ് എങ്ങനെയൊക്കെ ട്രിഗർ ഓക്കെ ഇത് മൾട്ടിപ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് അതായത് നമ്മളിപ്പോൾ ഒരു ബിൽഡ് എടുക്കേണ്ട ഒരു വിൻഡോസ് മെഷീനിൽ നിന്നാണ് അല്ലെങ്കിൽ ഉബുണ്ടു മെഷീനിൽ നിന്നാണെങ്കിൽ അതെല്ലാം ഈസി ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിന്റെ ഈ പർട്ടിക്കുലർ ഇപ്പം ഞാനിപ്പോൾ നോഡ് ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നത്. എനിക്കത് നോഡിന്റെ സക്സസീവ് വെർഷൻ വേണം. എനിക്ക് നോഡ് വെർഷൻ 16 വെച്ച് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ നോഡ് വെർഷൻ 20 വെച്ച് ബിൽഡ് ചെയ്യണം. അതൊക്കെ പറയണമെന്നുണ്ടെങ്കിലും എനിക്കതൊക്കെ ഈസി ആയിട്ട് ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതിന്റെയൊക്കെ സപ്പോർട്ട് ഉണ്ട്. ഈ ബിൽഡ് എങ്ങനെയൊക്കെ ട്രിഗർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു കമ്മിറ്റ് ചെയ്യുകയാണ്. ഗിറ്റിലേക്ക് ഒരു കമ്മിറ്റ് ചെയ്യുകയാണ്. ആ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുഷ് ചെയ്യണം. അത് വേണമെങ്കിൽ എനിക്ക് ട്രിഗർ ചെയ്യണം. അത് വേണമെങ്കിൽ ചെയ്യാം. ഇല്ല ഒരാൾ ഒരു PR അതായത് പുൾ റിക്വസ്റ്റ് റേസ് ചെയ്യാണ്. ആ പുൾ റിക്വസ്റ്റിന് റേസ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എനിക്കിപ്പോൾ അതിനെ കുറിച്ച് ചെക്ക് ചെയ്യണം. കോഡ് ബിൽഡ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കോഡ് കവറേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും PR വെച്ചിട്ട് നമുക്ക് ട്രിഗർ ചെയ്യാം. PR ക്ലോസ് ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്യാം. പിന്നെ സ്കെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ക്രോൺ സ്കെഡ്യൂളർ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനിപ്പം ഡെയിലി രാവിലെ അല്ലെങ്കിൽ ഡെയിലി വൈകുന്നേരം ഒരു ബിൽഡ് എടുത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യണം. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഗിറ്റപ്പ് ആക്ഷൻസിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ്. സോ ഇത് എന്തിനാണ് മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ
മെയിനായിട്ട് നമ്മൾ ഓട്ടോമേഷൻ ആണ്. നമ്മൾ ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ട് മാനുവലായിട്ട് ചെയ്യുന്ന ടാസ്കുകളൊക്കെ ഒന്ന് ഓട്ടോമേറ്റ് ചെയ്യുക. അതാണ് ഗിറ്റപ്പ് ആക്ഷൻസ് മെയിൻ എയിം. ദെൻ ഗിറ്റപ്പുമായിട്ട് നല്ല ഇന്റഗ്രേഷൻ ഉണ്ട്. നമുക്ക് ഗിറ്റപ്പ് മാത്രമായിട്ടല്ല, ഗിറ്റപ്പിൽ കോഡ് കിടക്കുന്നു എന്നേ ഉള്ളൂ. നമുക്കത് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് അഷ്യൂറിലായിരിക്കാം, AWSലായിരിക്കാം, GCPയിലായിരിക്കാം, അല്ലെങ്കിൽ ഓൺ പ്രമിസ് ആയിരിക്കാം. ഇതിന്റെ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമായിട്ട് എനിക്ക് വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ലൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. അതിൽ കുറെ പ്രീ ബിൽഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഈ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്മോൾ എയും ഈ ക്യാപിറ്റൽ എയും ഡിഫറെന്റ് ആണ്. വി വിൽ കം ടു ദാറ്റ്. അതിലേക്ക് വരാം. സോ ഇതാണ് നമ്മൾ ഗിറ്റപ്പ് ആക്ഷൻസ്. സോ മെയിനായിട്ട് നമ്മൾ ഈ ഗിറ്റപ്പ് ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളത് ആക്ച്വലി ഒരു YAML ഫയലാണ്. ഓക്കെ. YAML ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീ ഡിഫൈൻഡ് YAML ഫയൽ. നമ്മൾ ഈ അക്രോസ് ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണ്. ഇപ്പം JSON പോലെയും അല്ലെങ്കിൽ XML പോലെയൊക്കെ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഇതാണ്, പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. നമ്മളതിൽ കൂടുതലും നമ്മൾ ഈ കീ ഇതിപ്പോൾ ഒരു സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുക, നെയിം കോളൺ ഒരു വാല്യൂ ഓൺ, ഇങ്ങനെ കുറച്ച് ഒരു സാമ്പിളാണ്. ഇതിൽ ജസ്റ്റ് മെയിനായിട്ട് ഈ സ്പേസിങ്ങും അല്ലെങ്കിൽ അതൊക്കെയാണ് മെയിൻ ഒരു ഹൈലൈറ്റ്. അത് പ്രോപ്പർ ഫോർമാറ്റിൽ വേണം. അതാണ് ഒരു YAML ഫയൽ. ഓക്കെ. ഈ YAML ഫയലിലെ മെയിൻ കോമ്പണൻസ്, ഇതിപ്പോൾ ഒരു വർക്ക് ഫ്ലോ ഫയൽ എന്ന് പറയാം. ഓക്കെ. ഈ വർക്ക് ഫ്ലോ ഫയലിൽ മെയിനായിട്ട് വരുന്നത് ഇതൊരു വർക്ക് ഫ്ലോ ആണ്. ആ വർക്ക് ഫ്ലോയുടെ അകത്ത് ഒരു ജോബ്സ്, ഒന്നല്ല മൾട്ടിപ്പിൾ ജോബ്സ് കാണാം. ഒരെണ്ണം മിനിമം ഒരു ജോബ്. ഓക്കെ. ഈ ജോബ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് വരാം. ഈ ഓരോ സ്റ്റെപ്സിന്റെ അകത്തും മൾട്ടിപ്പിൾ ആക്ഷൻ വരാം. ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ യൂസേഴ്സ് ആക്ഷൻ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ചെക്ക്ഔട്ട് ഒരു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേറൊരു ആക്ഷൻ ഉണ്ട്. ഇതേപോലെ പല പല ആക്ഷൻസ് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റെപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റെപ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ഞാൻ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ കുറച്ച് സാമ്പിൾ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. സോ ഇതിനെ എങ്ങനെ ട്രിഗർ ചെയ്യാം എന്നുള്ളതാണ് ഈവൻസ്. അതിനാണ് ഇവിടെ ഞാൻ ഓൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പുഷ് എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തിരുന്നത്. സോ ഇപ്പൊ ഇതൊരു വർക്ക് ഫ്ലോ ഫയലായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു സാമ്പിളായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു വർക്ക് ഫ്ലോയ്ക്ക് ഒരു YAML സ്ട്രക്ചർ ആണ്. ഇതിനൊരു നെയിം കാണും. ഇത് എന്തൊക്കെ ഓൺ, എന്തിലൊക്കെ ഇത് ട്രിഗർ ആകണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺ എന്ന് പറഞ്ഞിട്ട് പുഷ് അല്ലെങ്കിൽ പുൾ റിക്വസ്റ്റ് അങ്ങനെയൊക്കെ എനിക്ക് കൊടുക്കാം. ഇല്ല ചില ബ്രാഞ്ചിൽ മാത്രം വരും. പക്ഷേ എനിക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് കാണും. എൻ്റെ യൂസർ ബ്രാഞ്ച് കാണും, മാസ്റ്റർ ബ്രാഞ്ച് കാണും, ഡെവലപ്പ് ബ്രാഞ്ച് കാണും. ഇങ്ങനെ പല ബ്രാഞ്ചസ് കാണും. എനിക്കിപ്പം മാസ്റ്റർ ബ്രാഞ്ചിൽ വരുന്നതിന് മാത്രം ഇത് ട്രിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, ഓണിൽ കൊടുക്കാൻ പറ്റും. ഈ ജോബ്സ് ഒരു സ്റ്റാൻഡേർഡ് കീവേഡ് ആണ്. ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ഈ ബിൽഡ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് നെയിം വേണം ഇവിടെ കൊടുക്കാം. അപ്പൊ മൾട്ടിപ്പിൾ ജോബ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. സേ ബിൽഡ് എന്ന് പറയുന്നൊരു ജോബ്, ദെൻ ഡിപ്ലോയ് ടു ഡെവലപ്പ് എന്ന് പറയുന്ന അടുത്തൊരു ജോബ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ജോബ്സ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ജോബ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൺസ് ഓൺ ഉബുന്തു ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏത് റണ്ണർ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ഏജന്റ്, എന്ത് ഏജന്റിൽ റൺ ആവണം. ചിലപ്പോൾ ഞാനിപ്പം ഡോട്ട്നെറ്റ് കോഡൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഐ വിൽ പ്രിഫർ വിൻഡോസിൽ റൺ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് വിൻഡോസ് ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇല്ല എനിക്ക് മാക്കിൽ റൺ ചെയ്യണമെങ്കിൽ മാക് OS ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അങ്ങനെ എനിക്ക് OS എനിക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാം, ഈ റൺ ചെയ്യേണ്ട OS എന്ന് വെച്ചാൽ അതിന്റെ അകത്താണ് ഈ സോഴ്സ് കോഡ് എടുത്തിട്ട് കമ്പൈൽ ചെയ്യുന്ന ബിൽഡ് ചെയ്യുന്ന ആക്ഷനൊക്കെ നടത്തുക. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ. ഈ സ്റ്റെപ്സിന്റെ അകത്ത് ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് റീയൂസബിൾ ഇതാണ്. അപ്പം ഇതിന്റെ അകത്ത് ഈവൻ ഷെൽ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം. സിമ്പിൾ ആയിട്ട് നമ്മൾ കുറച്ച് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്കോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമുക്കത് എങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കുക. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി വരും. ഓക്കെ. സോ ഇത് എങ്ങനെയാണ് നമ്മൾ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുന്നതെന്നുള്ള ഒരു പ്രോസസ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിറ്റപ്പിൽ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യും. സോ ഞാൻ ഈ പറഞ്ഞ ഗിറ്റപ്പ് ആക്ഷൻസ്, ഈ ഗിറ്റപ്പ് അക്കൗണ്ട് ആർക്ക് വേണോ ക്രിയേറ്റ് ചെയ്യാം, ഫ്രീ ആണ്. നമ്മൾ പബ്ലിക് അതിൽ പബ്ലിക് റെപ്പോ എന്ന് പറഞ്ഞും പ്രൈവറ്റ് റെപ്പോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. പ്രൈവറ്റ് റെപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് മാത്രം ആയിരിക്കും. പബ്ലിക് റെപ്പോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗിറ്റപ്പ് യൂസ് ചെയ്യുന്ന ആർക്ക് വേണോ അത് കാണാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും.
അപ്പം പബ്ലിക് റെപ്പോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗിറ്റപ്പ് ആക്ഷൻസ് നമുക്ക് ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ്സ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഒരു ബിൽഡ് ചെയ്ത് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന ഇറ്റ് മൈ ടേക്ക് 1 or 2 മിനിറ്റ്സ്. അത്രയും മിനിറ്റ്സ് അത് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം ഇത്ര മിനിറ്റ്സ് നമുക്ക് ഡെയിലിയോ മന്ത്ലിയോ ഒരു കോട്ടയുണ്ട്, അത് യൂസ് ചെയ്യാം. എനിക്കത് വലിയ ഇഷ്യൂ വന്നിട്ടില്ല. ഫ്രീ ടയറിൽ തന്നെ പോവാം. ഇല്ല എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറേ വർക്ക് ഫ്ലോ ഉണ്ട്, ലോങ് റണ്ണിങ് വർക്ക് ഫ്ലോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെയ്ഡ് ഇതിലേക്ക് പോകാം. അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ റൺസ് ഓൺ ഉബുന്തു ലേറ്റസ്റ്റ് എന്ന് കൊടുത്തിട്ടില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് റൺ ചെയ്യുന്ന ഏജന്റ് ഗിറ്റപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഏജന്റ് ആണ്. അപ്പം അവര് ഈ ഫ്രീ ഏജന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഏജന്റ് അല്ലെങ്കിൽ ആ റണ്ണറെ വെച്ചിട്ട് എനിക്ക് ഓടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അവര് ഹോസ്റ്റ് ചെയ്യുന്ന റണ്ണർ അല്ല, നമ്മള് ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് മാനുവൽ ആയിട്ട് നമുക്ക് ഇത് ഓടിക്കേണ്ട കുറച്ച് ഏജൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഓടിച്ചു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഹൈ മെമ്മറി, ഹൈ CPU ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് മെഷീൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്യാം. ക്ലൗഡിൽ അങ്ങനെ ഒരു മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം റണ്ണറായിട്ട്. സോ നമ്മളിപ്പോൾ ആ അഡ്വാൻസ് ഇതിലേക്ക് പോകുന്നില്ല. നമ്മളിപ്പം ജസ്റ്റ് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡീഫോൾട്ട് ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോവുക. സോ നമ്മൾ ഫസ്റ്റ് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ട് നമ്മളത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള സോഴ്സ് കോഡ് നമ്മൾ അതിൽ ആഡ് ചെയ്യുക. നമുക്കത് എവിടെ വേണോ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പം നമ്മളെ എക്സാമ്പിളിൽ നമ്മളൊരു നോഡ് ആപ്ലിക്കേഷൻ ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു .github എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വർക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ഫോൾഡർ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് അതിന്റെ ഡീഫോൾട്ട് ലൊക്കേഷൻ. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ YAML കൊണ്ടുപോയി ഇട്ടാൽ അത് ട്രിഗർ ആകത്തില്ല, വർക്ക് ഫ്ലോ ട്രിഗർ ആകത്തില്ല. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്ക് ഫ്ലോ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ വർക്ക് ഫ്ലോ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഈ CI/CD ടാസ്ക് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു YAML ഫയലാണ് ഈ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിനകത്ത് പല പല ജോബും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് .github/workflows എന്നുള്ള ഡയറക്ടറി പോയിട്ട് നമ്മളൊരു വർക്ക് ഫ്ലോ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു YAML ഫയലാണ്. നമുക്കതിന് എന്ത് നെയിം വേണം കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള main.yaml, ഇല്ലാന്നുണ്ടെങ്കിൽ CI.yaml, CD.yaml, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ ഒരു ഫയൽ ഈ ഒരു വർക്ക് ഫ്ലോസ് ഫോൾഡറിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വേണം, ഈവൻസ്, ജോബ്സ്, സ്റ്റെപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ വർക്ക് ഫ്ലോയുടെ അകത്ത് ജോബ്, സ്റ്റെപ്സ്, ആക്ഷൻ ഇത്രയും സാധനങ്ങളുണ്ടെന്ന്. അപ്പം ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കും. ഈ വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഈ YAML ഫയലിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. എനിക്ക് ഈ വർക്ക് ഫ്ലോസ് ഫോൾഡറിന്റെ അകത്ത് മൾട്ടിപ്പിൾ CI/CD വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ എനിക്ക് CI, അതായത് കണ്ടിന്യൂസ് ഇന്റഗ്രേഷന് വേണ്ടി ഒരു YAML ഫയൽ, കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റിന് വേണ്ടി ഒരു YAML ഫയൽ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു YAML ഫയൽ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു YAML ഫയലിൽ നിന്ന് ഒരു വർക്ക് ഫ്ലോ, അതായത് ഒരു വർക്ക് ഫ്ലോ YAML ഫയലിൽ നിന്ന് വേറൊരു വർക്ക് ഫ്ലോ YAML ഫയൽ കോൾ ചെയ്യണം, അത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയൊക്കെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാം, റീയൂസ് ചെയ്യാൻ പറ്റും. കോഡ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇവിടെ ഫസ്റ്റ് ഞാനിതിൽ ഒരു നെയിം കിടപ്പുണ്ട്. അപ്പം അതിൽ എന്ത് വേണം എനിക്ക് പേര് കൊടുക്കാം. ഇതൊരു main.yaml എന്ന് വിചാരിക്കും. ഇവിടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. വർക്ക് ഫ്ലോയുടെ ഒരു നെയിമാണ്. അത് കഴിഞ്ഞ് ഓൺ എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഓൺ എന്ന് പറയുന്നത് ഞാൻ എന്ത് ഈവന്റിനാണ് ഇത് റൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കൊടുത്തിട്ട് ഓൺ പുഷ്, അതായത് ആരെങ്കിലും കോഡ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്ന സമയത്ത് ഇന്ന ബ്രാഞ്ചിൽ, മാസ്റ്റർ ബ്രാഞ്ചിലാണെങ്കിൽ ഡെവലപ്പ് ബ്രാഞ്ചിലാണെങ്കിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൺ പുഷ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. എനിക്ക് ഓൺ പുഷ് കൊടുക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു പുൾ റിക്വസ്റ്റിന് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കെഡ്യൂളർ ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ ഇതിൻ്റെ അകത്ത് ഓണിൻ്റെ അകത്ത് കൊടുക്കാം. എനിക്കിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ഫ്ലോയിൽ വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ജോബ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ. ജോബ്സിൻ്റെ അകത്ത് ഞാൻ ഈ കൊടുത്ത ബിൽഡ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് നെയിം വേണം കൊടുക്കാം. ബിൽഡ് ഡെവ്, ബിൽഡ് QA അങ്ങനെയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അത് നെയിം കൊടുത്തിട്ട് നമ്മൾ റൺസ് ഓൺ ഏതാണ്, നേരത്തെ പറഞ്ഞു ഉബുന്തു ലേറ്റസ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, വിൻഡോസ് ലേറ്റസ്റ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റെപ്സ് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ സ്റ്റെപ്സ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് വരാം. ആക്ഷൻ/ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽഡിൻ ഓപ്ഷനാണ്.
നമുക്ക് ഇതേപോലെ മൾട്ടിപ്പിൾ ആക്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈവൻ കമ്മ്യൂണിറ്റിയിലായാലും കുറേ ആക്ഷൻസ് ഉണ്ട്. നമുക്കതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് യൂസേഴ്സ് ആക്ഷൻസ് ചെക്കൗട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് നോഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നോഡിൽ npm ഇൻസ്റ്റാൾ അങ്ങനെയൊക്കെ കമാൻഡൊക്കെ റൺ ചെയ്യേണ്ടി വരും. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് npmൽ ബിൽഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കമാൻഡ് എല്ലാം ഇത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ഈ ഹൈഫൺ വെച്ചിട്ട് ഇട്ടിരിക്കുന്നത് മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആണ് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉള്ളതിന് യൂസസ് ഇതൊന്നും മാത്രം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ ഞാൻ ഒരു നെയിമും കൂടെ കൊടുത്തു. നെയിം യൂസസ് ഏതാ സെറ്റപ്പ് നോഡ് വെർഷൻ 3 ഇതേപോലെ വെർഷൻ 4 എന്ന് പറഞ്ഞ പല പല ലേറ്റസ്റ്റ് വെർഷനൊക്കെ ഉണ്ട്. എന്നിട്ട് ഏത് നോഡ് വെർഷനാണ് ഇപ്പോൾ 16 എന്ന് പറഞ്ഞ നോഡ് വെർഷനാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഈ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓപ്ഷനാണ്. അതാണ് ഈ ഫസ്റ്റ് ഉള്ളതിൽ യൂസസ് മാത്രം കിടക്കുന്നത്. സോ ഇവിടെ തേർഡ് ഇതിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ npm ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഒരു ഈ റൺ ദിസ് കമാൻഡ് എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് npm ഇൻസ്റ്റാൾ. അപ്പോൾ നോഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് റൺ ചെയ്യുന്ന കമാൻഡാണ് npm ഇൻസ്റ്റാൾ. പാക്കേജ് ഡിപ്പെൻഡൻസി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ npm റൺ ടെസ്റ്റ് ഓടിക്കും. സോ ഇതൊരു സാമ്പിൾ പൈപ്പ് ലൈനിന്റെ ഒരു സ്ട്രക്ചറാണ്. ഇത് വേറൊരു സാമ്പിളാണ്. ജസ്റ്റ് ഇതിൽ ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നെയിം ഓൺ ഉണ്ട്, ജോബ്സ് ഉണ്ട്. ജോബ്സിന്റെ അകത്ത് മൾട്ടിപ്പിൾ ജോബ്സ് ഉണ്ട്. അത് എവിടെ ഓടണമെന്നുണ്ട്, പല പല സ്റ്റെപ്സ് ഉണ്ട്. ഇത് ഒരു സിമ്പിൾ സാധനം നമുക്ക് ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ജസ്റ്റ് എക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്രീനിൽ ഇന്നത് ചുമ്മാ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പിളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ഇവിടെ കണ്ടോ ഈ നെയിം നമുക്ക് എന്ത് വേണം ഇവിടെ കൊടുക്കാം. ഈ നെയിം ആയിരിക്കും നമ്മളവിടെ യുഐയിൽ വരുന്നത്. അത് യുഐയിൽ എങ്ങനെ വരുമെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഈ നേരത്തെ പറഞ്ഞു ഇവിടെ ഓൺ കമാൻഡ്, അതായത് എന്തൊക്കെ ഈവൻസ് ആണ് ഇത് ട്രിഗർ ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കൊണ്ട് അത് ട്രിഗർ ചെയ്യാൻ പറ്റണമെന്നാണ് നമ്മളിവിടെ ഓണിൽ കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ഓൺ പുഷ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ പുഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ചിൽ പുഷ് ചെയ്താലും ഈ ഇത് ട്രിഗർ ആവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൺ പുഷ് ബ്രാഞ്ചസ് മാസ്റ്റർ ഡെവലപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാസ്റ്ററും ഡെവലപ്പിലും പുഷ് ചെയ്താൽ മാത്രമേ ട്രിഗർ ആവുള്ളൂ. സോ അങ്ങനെ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് പല രീതിയിൽ ഇത് കൊടുക്കാം. ഒന്നുകിൽ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് മെയിൻ കോമ ഡെവലപ്പ് എന്ന് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രാഞ്ചസ് ഹൈഫൺ ഇത് മെയിൻ അങ്ങനെയൊക്കെ കൊടുക്കാം. പുൾ റിക്വസ്റ്റ് ഏത് ബ്രാഞ്ചിലേക്ക് പുൾ റിക്വസ്റ്റ് വരുമ്പോൾ മെയിൻ ബ്രാഞ്ചിലേക്ക് പുൾ റിക്വസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സ്കെഡ്യൂൾ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രോൺ ജോബ് സ്കെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി സൺഡേ ഇത് മിനിറ്റ്സ് ഇത് അവർ ആണെന്ന് തോന്നുന്നു. എവറി സൺഡേ രാവിലെ 3 മണിക്ക് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോൺ ജോബ് പോലെ എനിക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതൊരു കോമൺ ഫോർമാറ്റ് ആണ്. ക്രോൺ ജോബ് എല്ലാം യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. ദെൻ പേജ് ബിൽഡ്, റിലീസ്, ഇങ്ങനെ പല പല ഈവൻറ്റ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ വേറെ ഒരെണ്ണം, ഇപ്പം എനിക്ക് മാനുവലായിട്ട് ഈ ഒരു വർക്ക് ഫ്ലോ ട്രിഗർ ചെയ്യണം, അതായത് യുഐയിൽ പോയിട്ട് അല്ലെങ്കിൽ API വഴിയോ ഈ വർക്ക് ഫ്ലോ ട്രിഗർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് ഈ വർക്ക് ഫ്ലോ ഡിസ്പാച്ച്. വർക്ക് ഫ്ലോ ഡിസ്പാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാനുവലായിട്ട് ട്രിഗർ ചെയ്യാൻ പറ്റില്ല. ഈ ഇവൻറ്റ്സിൽ മാത്രമേ ട്രിഗർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൽ നമുക്കിപ്പം മാനുവലായിട്ട് ട്രിഗർ ചെയ്യുമ്പോൾ സം ഇൻപുട്സ് വേണമെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിലാണ് ഇവിടെ നമ്മൾ അതിന്റെ ഇൻപുട്സ് കൊടുക്കുന്നത്. ഇത് ഇതിനെക്കുറിച്ച് പറയേണ്ട, ജസ്റ്റ് ഇറ്റ് വിൽ സപ്പോർട്ട് മൾട്ടിപ്പിൾ ഈവൻറ്റ്സ് അത്രയും മാത്രം കണ്ടാൽ മതി. ഞാൻ നമ്മളെ ഡെമോ കാണിക്കുമ്പം കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടീഷണൽ കീവേഡ്സ് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന ബ്രാഞ്ച് ആണെങ്കിൽ മാത്രം ഇവിടെ ഒരു ജോബ് പ്രൊഡക്ഷൻ ചെക്ക് എന്ന് പറഞ്ഞൊരു ജോബ്, ഈ പ്രൊഡക്ഷൻ ചെക്ക് ഇപ്പം മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാത്രമേ പ്രൊഡക്ഷൻ പോയാൽ മതി. അപ്പം ഇവിടെ നമുക്ക് ഈ കണ്ടീഷൻ ഇട്ടിട്ട് ഗിറ്റപ്പിന്റെ ബ്രാഞ്ച് ഇന്നതാണെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് സീക്രട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് എൻവിറോൺമെന്റ് സ്പിന്നപ്പ് ചെയ്യണം. അഷ്വറിൽ ലോഗിൻ ചെയ്തിട്ട് അഷ്വറിൽ എന്തെങ്കിലും കമാൻഡ് റൺ ചെയ്തിട്ട് ക്രിയേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് ഓർ ക്രിയേറ്റ് എ VM, അങ്ങനെയുള്ള കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗിൻ ടു അഷ്വർ CLI കൊടുത്തിട്ട് ക്രിഡൻഷ്യൽ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ ക്രിഡൻഷ്യൽ നമ്മൾ YAML ഫയലിൽ കൊടുക്കാറില്ല, ബിക്കോസ് ഇതൊരു സെൻസിറ്റീവ് ഡേറ്റയാണ്. അപ്പം നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് അത് ഞാൻ ആ ഡെമോയിൽ കാണിക്കാം. ഇത് സീക്രട്സ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ സെറ്റപ്പ് നോഡിൽ പല പല വെർഷൻസ് ഉണ്ട്, വെർഷൻ 1, വെർഷൻ 2. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന വെർഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഇന്ന കമ്മിറ്റ്, അതായത് ഇത് ഇന്ന ഒരു സെറ്റപ്പ് നോഡിന്റെ ഇന്ന ഒരു കമ്മിറ്റ് വെർഷൻ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും.
പിന്നെ ആർട്ടിഫാക്ട് ഡേറ്റ. അപ്പം ഈ 2 ജോബും ഇപ്പം ജോബ്സ് എന്ന് പറഞ്ഞ ജോബ് 1ഉം ജോബ് 2ഉം ഉണ്ട്. ഓക്കെ. ഇങ്ങനെ 2 ജോബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനും ഡിപ്പെൻഡൻസി ഇല്ല. അതായത് ഇത് രണ്ടും ഓടുന്നത് സെപ്പറേറ്റ് വിർച്വൽ മെഷീനിലായിരിക്കും. ഇവിടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞൊരു സാധനം ഓടുന്നു. ഇവിടെ ജോബ് 2 എന്ന് പറഞ്ഞിട്ട് ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ജോബ് ഓടുന്നു. ഇത് രണ്ടും ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ VMസിലായിരിക്കും ഓടുന്നത്, റണ്ണറിലായിരിക്കും ഓടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം പറയുകയാണ് എനിക്ക് അപ്ലോഡ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഡൗൺലോഡ് ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ജോബ് 2ൽ നീഡ്സ് ജോബ് 1 എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടേ ഇത് ഓടത്തുള്ളൂ. അത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് VMൽ ഓടുന്നുള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്നുള്ള ഫയൽ ഇവിടെ ആക്സസിബിൾ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ action/upload artifact എന്ന് പറഞ്ഞുള്ള ഈ സാധനം വിളിച്ചിട്ട് നമ്മൾ എന്ത് ഫയലാണോ വേണ്ടത് ഇന്ന പാത്തിൽ കൊണ്ടിടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കൊണ്ടിടും. അത് കഴിഞ്ഞ് അവൻ ഇത് ഓടുന്ന സമയത്ത് അവൻ ഡൗൺലോഡ് ഫയൽ എന്ന് പറഞ്ഞുള്ള ഈ സാധനം വിളിക്കാം. action/download artifact എന്ന് പറഞ്ഞ് കൊടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ അവന് കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ ബിറ്റ്വീൻ ജോബ്സ് നമ്മൾ ഫയലൊക്കെ പാസ് ചെയ്യുന്നത്. അങ്ങനെ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഡിഫൈൻ ചെയ്യാം. അതൊക്കെ നമുക്ക് ആ ഡെമോയിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ. അപ്പം തള്ളുന്ന നിർത്തി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ഡെമോയ്ക്ക് പോകുന്നതിന് മുന്നേ. ഓക്കെ, താങ്ക് യു നിരാൻ. ചാറ്റിൽ നമുക്ക് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഹാൻഡ് റൈസ്. ഓക്കെ. ശ്രീകാന്ത്. ശ്രീകാന്ത് ചോദിക്കാം. ഈ ഗിറ്റ് ആക്ഷൻസ് ഓടുന്നത് എവിടെയാണ്? ഈ വെർച്വൽ മെഷീൻ ഒക്കെ എവിടെയാണ് ഹോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? അതൊക്കെ ഗിറ്റപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന റണ്ണേഴ്സ് ആണ്. അവരുടെ ഇൻഫ്രയിൽ തന്നെ ഓടുന്ന സാധനമാണ്. നമുക്കത് ഓവർറൈഡ് ചെയ്യാൻ അതായത് നമ്മളെ ഓൺ റണ്ണേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യാണ് എനിക്ക് കുറച്ചും കൂടെ സെക്യൂരിറ്റി വേണം, എൻ്റെ കോഡ് വേറൊരിടത്ത് ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആ റണ്ണറിൽ ഓടാൻ പാടില്ല, എൻ്റെ ഓൺ സെർവറിൽ തന്നെ ഓടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ എന്താണ് റൺസ് ഓൺ ഉബുന്തു ലേറ്റസ്റ്റിൽ അതിന് പകരം നമുക്ക് ഓൺ റണ്ണർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിപ്പോ ഓടുന്നത് ഉബുന്തു ലേറ്റസ്റ്റ്, അതായത് ഈ ഗിറ്റപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന അവരുടെ കുറച്ച് ഏജൻസിലായിരിക്കും ഓടുക. ഓക്കെ. അപ്പൊ VMA ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോ GK അല്ലെങ്കിൽ കുബർനെറ്റീസോ കോഡോ എന്തെങ്കിലും അത് കസ്റ്റമായിട്ട് വെക്കാൻ പറ്റും? ഇത് ബിൽഡ് ചെയ്യുന്ന എൻവയോൺമെന്റ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതായത് ഈ കോഡ് കമ്പൈൽ ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ റൺ ചെയ്യുന്ന എൻവയോൺമെന്റ്. ഓക്കെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിൽഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡിപ്ലോയ് ചെയ്യുന്നതായിരിക്കും ഉദ്ദേശിച്ചത് അല്ലെ? ഞാനിപ്പം ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് ചിലപ്പോൾ GKയിലായിരിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ക്ലൗഡിലായി അഷ്യൂറിലായിരിക്കാം, AWSലായിരിക്കാം. അങ്ങനെ എങ്ങോട്ട് വേണോ എനിക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യാം. അതിന്റെ ഡിപ്ലോയ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അത് എവിടെ വേണോ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ഒന്നും അവിടെ ഇല്ല. ഓക്കെ. ഇനി ഒരു നിരൻ, എന്നുള്ള ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. പറഞ്ഞു. എനിക്ക് തോന്നുന്നു ശ്രീകാന്തിന്റെ ചോദ്യം ഈ റണ്ണേഴ്സ് നമ്മളിപ്പോ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. GKയിലെ പോഡുകളൊക്കെ റണ്ണേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. അത് പറ്റും. ഹോസ്റ്റലല്ലാതെ നമുക്ക് പോഡുകളിൽ റണ്ണേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അത് നമുക്ക് ലേബലൊക്കെ കൊടുത്തു വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇവിടെ ഈ പറഞ്ഞതിന് കുറച്ച് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. ഇത് റണ്ണേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ഈ പറഞ്ഞ പോലെ GKയിലെ റണ്ണേഴ്സ് സെൽഫ് ഹോസ്റ്റഡ് റണ്ണേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഡോക്യുമെന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. സോറി, ഇത് ടെറാഫോമിന്റെ ആണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്, ഞാനത് ലിങ്ക് ഷെയർ ചെയ്യാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ആരാണ് സംസാരിച്ചത്? എന്റെ ക്വസ്റ്റ്യൻ റാഷിദ് എന്ന് പറയും. എനിക്ക് ക്വസ്റ്റ്യൻ, ഈ സെൽഫ് ഹോസ്റ്റഡ് റണ്ണേഴ്സ് നമുക്ക് പബ്ലിക് റെപ്പോസിനെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? മീൻസ് ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു ഗൂഗിൾ VM ഉണ്ട്. ഗൂഗിൾ VMന്റെ നമുക്ക് ഹോസ്റ്റ് റൺ ആയിട്ട് അത് നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ?
ഇത് ചെയ്യാൻ നമുക്ക് പറ്റും. ഞാൻ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് അവരുടെ ഡോക്യുമെന്റേഷൻ പ്രകാരം അത് സപ്പോർട്ട് ചെയ്യുമെന്നാണ് അവർ കൊടുത്തിരുന്നത്. നമുക്ക് ഏത് റെൻഡർ വേണോ യൂസ് ചെയ്യാം. അത് പബ്ലിക് റെപ്പോയ്ക്കോ പ്രൈവറ്റ് റെപ്പോയ്ക്കോ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ റെപ്പോയിൽ പോയിട്ട് ഞാൻ റണ്ണേഴ്സിന്റെ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കപ്പോൾ അത് ഗിറ്റബിന്റെ എന്റർപ്രൈസ് വേർഷൻ വേണം അങ്ങനെ എന്തോ കാണിച്ചു. അത് ഞാൻ ചോദിച്ചു കാരണം. അപ്പൊ ഞാൻ ട്രൈ ചെയ്തില്ല. ഓക്കെ ഓക്കെ. സെൽഫ് ഹോസ്റ്റഡ് റെപ്പോ ആ ഫ്രീ ടയറിൽ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ സെൽഫ് ഹോസ്റ്റഡ് റണ്ണേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു റാഷിദ്. നമുക്ക് ഷഹസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ശിവദാസും ഉണ്ട്. ഷഹസ് ചോദിക്കാം. ഷഹസ് ചോദിക്കുന്നുണ്ടോ? Sorry, by mistake. ഓക്കെ. അതിനുശേഷം ശിവദാസ്. ഹലോ, ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ പ്രൈവറ്റ് റിപ്പോസ് ആക്ച്വലി സെൽഫ് ഹോസ്റ്റഡ് ആയിട്ട് റൺ ചെയ്യിക്കുന്നുണ്ട്. പ്രൈവറ്റ് റിപ്പോസിന് ലിമിറ്റേഷൻ ഇല്ല. റണ്ണർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ സിംഗിൾ റണ്ണേഴ്സ് നമുക്ക് പ്രൈവറ്റ് റിപ്പോസിനും കിട്ടുന്നതാണ്. ഒരെണ്ണം ഞാൻ AWS EC2 ഇൻസ്റ്റൻസ് ആയിട്ട് ഒരെണ്ണം ഡിജിറ്റൽ ഓഷ്യനിൽ ഞങ്ങൾ ഇന്റേണലി റൺ ചെയ്യിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ ഈവൻ ഫോർ പ്രൈവറ്റ് റിപ്പോസ്. പ്രൈവറ്റ് റെപ്പോസിന് എന്തായാലും മറ്റേ പബ്ലിക് ആയിട്ടുള്ള, അതായത് ഫ്രീ റണ്ണേഴ്സ് അവർ ഹോസ്റ്റ് ചെയ്യുന്ന റണ്ണേഴ്സ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മൾ ഓൺ റണ്ണേഴ്സ് മാത്രമേ അവിടെ പ്രൈവറ്റ് റെപ്പോസിന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺ റണ്ണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യിക്കാം. അത് ഐ മീൻ നമുക്ക് എന്താ പറയാ, ലോ പവർ മെഷീൻ ഏതെങ്കിലും പറഞ്ഞ് എടുത്തിട്ടാലും ഇറ്റ് വിൽ വർക്ക് എന്ന് ഞാൻ പറഞ്ഞതാ. നമുക്ക് എന്താ പറയാ, ഒറ്റ ഒരു EC2 നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്രത്തോളം കോംപ്ലക്സ് ആണ് ഈ റണ്ണേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, അതാ ചോദിച്ചത്. അത് ജസ്റ്റ് നമുക്കൊരു SSH ആക്സസ് ഉള്ള ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത്രയും മതി. അവരൊരു സ്ക്രിപ്റ്റ് തരും, ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് തരും. ആ സ്ക്രിപ്റ്റ് എക്സാക്ട്ലി അവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഓൾറെഡി അതിന്റെ നമ്മുടെ API കീ ടൈപ്പ് സാധനങ്ങളൊക്കെ ആ സ്ക്രിപ്റ്റിൽ ഉണ്ടാകും. ഒരു ബാഷ് സ്ക്രിപ്റ്റ് വരിക, അവിടെ കൊണ്ട് റൺ ചെയ്യിക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അത് എന്നിട്ട് സെറ്റായി വരും. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ടാഗുകളൊക്കെ കൊടുക്കുക. ഇപ്പൊ നോക്കുവാണെങ്കിൽ നേരത്തെ നമ്മൾ ഉബുണ്ടു ലേറ്റസ്റ്റ് നമുക്ക് ഇവിടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഡെവലപ്മെന്റ് എന്നും പ്രൊഡക്ഷൻ എന്നും ടാഗ് കൊടുക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെ വെച്ചിട്ടാണ് ഇത് ആ വർക്ക് ഫ്ലോ ഫയൽ തന്നെ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ നമ്മുടെ റണ്ണേഴ്സിന്റെ സ്റ്റാറ്റസിൽ അവിടെ ലൈവ് റണ്ണിങ് ആൻഡ് ഐഡിൽ എന്ന് പറഞ്ഞ് കാണിക്കും. വർക്കിംഗ് ആണെങ്കിൽ വർക്കിംഗ്, അല്ലെങ്കിൽ അവിടെ ഐഡിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ആ സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ആദ്യം നീരൻ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സെൽഫ് ഹോസ്റ്റഡ് അല്ലെങ്കിൽ മെട്രിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പുതിയ ലിസണേഴ്സിന് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. മിഥുൻ, രാഹുൽ, നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ എടുത്ത ടോപ്പിക്കിൽ നിന്നാണ് ചോദിക്കുക. അഡ്വാൻസ്ഡ് ആണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഇതൊരു കോസ്റ്റിന്റെ ബേസിസിലുള്ള ചോദ്യമാണ്. എന്നുവെച്ചാൽ ഇപ്പോ ഗിറ്റ് ആക്ഷൻസ് ഒരു സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണല്ലോ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻ ഇപ്പൊ ജെൻകിൻസ് പോലെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോസ്റ്റ് ബെനിഫിറ്റ്സ് എങ്ങനെയായിരിക്കും? എപ്പോഴാണ് ഗിറ്റബ് ആക്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഏർലി സ്റ്റാർട്ടപ്പ് സ്റ്റേജിൽ അതിന്റെ ഒരു കോസ്റ്റിന്റെ ഒരു ഇത് പറയാൻ പറ്റുമോ? കമ്പയറിംഗ് ടു ജെങ്കിൻസ് എനിക്ക് കോസ്റ്റ് വൈസ് അങ്ങനെ അറിയത്തില്ല. ബട്ട് ഇവരുടെ കോസ്റ്റിംഗ് ഡീറ്റെയിൽസ് അവർ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ എത്രത്തോളം മിനിറ്റ്സും എത്രത്തോളം സ്റ്റോറേജ് യൂസ് ചെയ്യുന്നെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഗിറ്റബ് ഫ്രീയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോറേജ് 500 MB മിനിറ്റ്സ് 2000 മിനിറ്റ്സും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റോറേജും ലിമിറ്റേഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റർപ്രൈസ് ക്ലൗഡിനും ആണെങ്കിലും ഇതിങ്ങനെ ലിമിറ്റേഷൻ ഉണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കോസ്റ്റും കൂടെ ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. നമുക്ക് എത്രത്തോളം മിനിറ്റ്സ് നമുക്കൊരു ഐഡിയ കാണുമല്ലോ. ഇപ്പോൾ ജെങ്കിൻസിൽ ഓടുകയാണെങ്കിലും എത്രത്തോളം മിനിറ്റ്സ് നമ്മൾ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ഐഡിയ, ഒരു മേ ബി നമ്മൾ ഒരെണ്ണം പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഈ കോസ്റ്റ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും എത്രത്തോളം ഇതാവുന്നു. പക്ഷേ എനിക്ക് കോസ്റ്റ് വൈസ് ഇത്
എത്രത്തോളം ലാഭിക്കാം എന്ന് എനിക്ക് അറിയത്തില്ല. ഇവരിതെല്ലാം പെർ മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലാർജർ മെഷീനിലൊക്കെ അവർ പെർ മിനിറ്റിന് ഇത്ര ഡോളർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ വിൻഡോസ് റണ്ണറിൽ പോയി കഴിഞ്ഞാൽ ഇത്ര, ലിനക്സിന്റെ ഇത്രയും കോർ ഇതൊക്കെ ആകുമ്പം എത്ര റേറ്റ് വരിക എന്ന് പറഞ്ഞ ഉണ്ട്. ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ മിഥുൻ, അത് ക്ലാരിഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. അതെ, താങ്ക് യു. മിഥുൻ അല്ല, രാഹുലാണല്ലോ ചോദിച്ചത്. ആരാണ് അത്? ഞാനായിരുന്നു, മിഥുനായിരുന്നു. ഓക്കെ മിഥുൻ, സോറി. നമുക്ക് രാഹുൽ, വിശ്വജിത്ത്, ആൻസി, മാർട്ടിൻ, ഇത്രയും പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഓരോരുത്തർക്കായിട്ട് നമുക്ക് രാഹുലിന് ചോദിക്കാം. ഹലോ നിരൻ, ഞാനൊരു സംശയം ചോദിക്കാനായിരുന്നു. ഈ ഗിറ്റ്ഹബ് റണ്ണർ നമ്മുടെ ARM64 ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യും. പണ്ട് ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തപ്പോൾ അത് ബീറ്റ വെർഷൻ ആയിരുന്നു. ഇപ്പൊ അത് ഇതായോ, മെയിൻ വെർഷനിലോട്ട് വന്നോ? അത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. സെൽഫ് ഹോസ്റ്റിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? എന്തുവാ, ബോത്ത് രണ്ടായാലും വർക്ക് ചെയ്യോ ഇപ്പൊ? ഈ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റില് കാരണം എല്ലായിടത്തും എമുലേറ്റർ യൂസ് ചെയ്യാനാണ് മിക്കയിടത്തും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോഴും എങ്ങനെയാണ്? ഓക്കെ, ഇപ്പോഴും ബീറ്റ ആണല്ലേ? കറന്റ് ഇൻ ബീറ്റ എന്നാണ് കിടക്കുന്നത്. അത് വിൻഡോസിന്റെ മാത്രമാണോ എന്തോ ബീറ്റ? ബാക്കി വർക്ക് ചെയ്യും അല്ലേ? ഇത് ചെക്ക് ചെയ്ത് നോക്കണം, എനിക്ക് അറിയത്തില്ല. ഞാൻ സെൽഫ് ഹോസ്റ്റഡ് യൂസ് ചെയ്തിട്ടില്ല. മോസ്റ്റ്ലി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം തന്നെയാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് മേ ബി ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു രാഹുൽ. വിശ്വജിത്ത്. എനിക്ക് അങ്ങനെ ഡൗട്ടല്ല. ഞാൻ ഇന്ന് ട്രൈ ചെയ്ത ഒരു കാര്യം ജസ്റ്റ് പറയാമെന്ന് വെച്ചാൽ റൈറ്റ് ടൈമിലാണ് ഈ സെഷൻ വന്നത്. ഞാൻ ഗിറ്റബ് ആക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത് എൻ്റെ പ്രൊജക്റ്റിൽ. അപ്പോൾ നമുക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ലൈക്ക് റിലീസ്, അതായത് ഒരു മൈക്രോ സർവീസ് ആർക്കിടെക്ചറുള്ള ഒരു റെപ്പോയിൽ റിലീസ് വരുന്ന സമയത്ത് റിലീസ് നോട്ട് ജനറേഷനും ടാഗിങ്ങും ഓട്ടോമാറ്റിക്കലി നടക്കണം. അപ്പോൾ ഗിറ്റ്ലാബും ഗിറ്റബും രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിറ്റബ് വെച്ചിട്ട് എനിക്കത് കുറെ കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനതൊരു ടെസ്റ്റ് റെപ്പോയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്ത. ഇതൊരു പ്രൈവറ്റ് റെപ്പോ ആണ്. ഞാൻ ഇപ്പോൾ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഒരു യാമലാണ്. ഈ ഇത്രയും ഒരു കോഡ് വെച്ചിട്ട് എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ റിലീസ് ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യുന്ന സമയത്ത്, വൺസ് ദാറ്റ് മെർജ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്ത് മെർജ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ടാഗ് ക്രിയേറ്റ് ആകും. ദെൻ റിലീസ് നോട്ടും ജനറേറ്റ് ആകും. ഇപ്പോൾ ആ റെപ്പോയിൽ പോവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ആക്ഷൻസ് എടുത്ത് നോക്കാമെങ്കിൽ അവിടെ ലാസ്റ്റ് സക്സസ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡെമോക്കൊക്കെ ശേഷം ഇനി അങ്ങനെ ആരെങ്കിലും അത് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി മാർട്ടിൻ. ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ ഓൾറെഡി. സോറി, നിരൻ, എന്റെ ചോദ്യം, നമുക്ക് എന്തെങ്കിലും വൾനറബിലിറ്റി സ്കാനിങ് എന്തെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ GitHub ആക്ഷൻസിന്? സ്കാനിങ്ങിന്റെ കുറച്ച് സാധനമുണ്ട്, അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളത് എങ്ങനെയാണെന്ന് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ, ഡെമോയിൽ പോകുമ്പോൾ നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് കോഡ് സ്കാനിങ്ങും ഈവൻ ടെസ്റ്റ് റണ്ണിങ്ങും അങ്ങനെ കുറെ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പം നമുക്ക് എന്തെങ്കിലും തേർഡ് പാർട്ടി സർവീസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇന്റഗ്രേഷൻ ഒട്ടുമിക്ക മെയിൻ ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. പറ്റൂല. അപ്പൊ നമുക്ക് 45 ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. 45യുടെ സപ്പോർട്ട് അറിയത്തില്ല, അതിൽ നോക്കാം നമുക്ക് ഡെമോയുടെ സമയത്ത് നോക്കാം. സോണാർ സ്കാൻ പറ്റുമോ? ഏതാ? സോണാർ സപ്പോർട്ട് ചെയ്യുന്നു. സോണാർ ഉണ്ട്. ഓക്കെ, താങ്ക് യു മാർട്ടിൻ. എനിക്ക് തോന്നുന്നത് ആക്ഷൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യും. കസ്റ്റം ആക്ഷൻ ആ പ്രൊവൈഡറുടെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്, ഏത് ടൂൾ ആണെങ്കിലും. ഓക്കെ, നമുക്ക് ആൻസി എന്ന് പറയുന്ന ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ലോവർ ചെയ്തിരിക്കുകയാണ്. ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ ചോദ്യങ്ങളുള്ളത്. ഓക്കെ, ഒരാളുടെ 2-3 ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, സ്റ്റീവ് ചോദിച്ചിരിക്കുന്ന, ക്യാൻ ദ റണ്ണർ ആക്സസ് മൈ സെർവർ ത്രൂ SSH keys or any other method? അതാണ്
എന്തിനാണ് ചോദ്യം? ഉം, ഇതിന്റെ കറക്റ്റ് ആൻസർ എനിക്ക് അറിയത്തില്ല. നേരത്തെ ഒരു ആരോ പറഞ്ഞില്ലായിരുന്നോ, അവര് റണ്ണർ കോൺഫിഗർ ചെയ്തപ്പോൾ SSH കീ വെച്ചിട്ടെങ്ങാണ്ടോ ആണ് കണക്ട് ചെയ്തത്, അങ്ങനെ എന്തോ അല്ലേ? എനിക്ക് ആ റണ്ണറിന്റെ അതില് വലിയ ഐഡിയ ഇല്ല. ഓക്കെ, ഞാനത് ആൻസർ ചെയ്യാം. അത് അവിടെ പറഞ്ഞത് ശരിക്കും സെൽഫ് ഹോസ്റ്റഡ് റണ്ണർ കോൺഫിഗർ ചെയ്യുന്ന സമയത്തുള്ളതല്ലേ. ഇതിപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും സാധനം ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു EC2 ഒക്കെ ഒതന്റിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കീ വെച്ചിട്ട്, അതിപ്പോൾ AWS കീ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ SSH ആവശ്യമുണ്ടെങ്കിൽ, അങ്ങനെ കമാൻഡ് റൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് അങ്ങനെ ആക്ഷനിൽ കൊടുത്ത് അതിനുള്ള ആക്ഷൻ ഉണ്ട്, കസ്റ്റം ആക്ഷൻസ് ഉണ്ടാവും. ആ ആക്ഷനകത്ത് കൊടുത്തയച്ചാൽ മതിയാവും അതിൻ്റെ കീ. അങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം, അത് റിക്വയർമെന്റ് ആണെങ്കിൽ. അത് ബൈ ഡിഫോൾട്ട് റിക്വയർമെന്റ് ആകണമെന്നില്ല. അത് നമ്മുടെ വർക്ക് ഫ്ലോയുടെ റിക്വയർമെന്റ് ആണെങ്കിൽ മാത്രം അതിനുള്ള ആക്ഷൻ ഉണ്ടാവും. ഓരോ ആക്ഷനാണ്, ഈ ഒരു പ്ലഗിൻ പോലെയാണ് ആക്ഷൻസ്. ആക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കാം. ഓരോ ആക്ഷനും അതിൻ്റെ ഗിറ്റബ് റെപ്പോസും അതിൻ്റെ പേജസും ഒക്കെ ഉണ്ട്, അങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. സ്റ്റീവ് അത് ആൻസർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൺഫേം ചെയ്യാം, അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രവീൺ. ഓക്കെ. എന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്ഷൻ, ഇപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യണ ഒരു ആക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന് പകരം ഇപ്പോ കമാൻഡ് ആയിട്ട് പോലെ യൂസ് ചെയ്യാനും പറ്റുമോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നമ്മളത് ഡെമോയിലോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മാനുവലായിട്ട് കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ട്, ഒരു കാര്യമുള്ളത്, ഇതിന്റെ എവിടെയെങ്കിലും ഈ കാറ്റലോഗ് ഉണ്ടോ ഈ ആക്ഷൻസിന്റെ കോമൺ ആയിട്ട് എവിടെയെങ്കിലും? അതും നമ്മൾ ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും, അത് കാണിക്കും. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു പ്രവീൺ. വേറെ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചാറ്റിലില്ല. വേറെ ആർക്കും ചോദ്യങ്ങളില്ലെന്ന് വിചാരിക്കുന്നു. ഡെമോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഡെവോപ്സ് മലയാളം കമ്മ്യൂണിറ്റിയുടെ ഒരു ഓഫ്ലൈൻ ഇവന്റ് ഈ ആഴ്ച, അതായത് ശനിയാഴ്ച ഇൻഫോ പാർക്കിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്ക് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പേസിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ലിങ്കാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു 2 മാസം കൂടുമ്പോൾ കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഓഫ്ലൈൻ ഇവന്റ്സ് നടത്താറുണ്ട്. സോ നിങ്ങളിൽ ഇവിടെ എറണാകുളം അല്ലെങ്കിൽ കാക്കനാടൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു സ്ഥലത്താണെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ. രാവിലെ 9 തൊട്ട് 1:30 വരെ ആയിരിക്കും ഇവന്റ്. ഫ്രീ ഇവന്റ് ആണ്. സോ നമ്മുടെ, അതായത് മീറ്റപ്പുകൾ നമ്മളങ്ങനെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ് നടത്താറുള്ളത്. 2 സെഷനാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ക്യൂസ്, പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇവന്റുകളിൽ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നെറ്റ്വർക്കിംഗ് ആണ്. അതും യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, അത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് പുതിയതായിട്ട് വന്ന ആളുകളുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന 2 വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ 2 വാട്സാപ്പ് ഗ്രൂപ്പുകളും ഫുള്ളാണ്. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ഇപ്പോൾ തൽക്കാലം പെൻഡിങ് ആയിരിക്കും. ആ കാര്യങ്ങളൊന്ന് പറയുന്നുള്ളൂ. എന്നിട്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് ഡെമോയിലേക്ക് കിടക്കാം. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ഹലോ, ആരാണ്? അനീസാണ്. ഒരു ഡൗട്ട് ഉണ്ട്. ഞങ്ങൾ GCP ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവിഷൻ ചെയ്യാൻ വേണ്ടി ടെറാഫോം ആണ് യൂസ് ചെയ്യുന്നത്. അത് ജെങ്കിൻസ് വഴിയാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഈ ജിറ്റ് ആക്ഷൻ വഴി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് ഞാൻ CLA കമാൻഡ്സ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട്. അപ്പം ഈ CLA കമാൻഡ്സ് വെച്ച് ടെറാഫോമിന്റെ അതും സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. എൻ്റെ വേറെ ഡൗട്ട്, ഞങ്ങളത് ടെറാഫോം മൊഡ്യൂൾസ് വേറെ റെപ്പോസിറ്ററിലും ഞങ്ങളുടെ ടെറാഫോമിന്റെ കമാൻഡ്സ് എല്ലാം വേറെ റെപ്പോസിറ്ററിലാണ് ഇരിക്കുന്നത്. 2 മൾട്ടിപ്പിൾ റെപ്പോസിറ്ററീസ് നമുക്ക് ഇതിൽ വിളിക്കാൻ പറ്റും ഗിറ്റപ്പ്? അതെ, വിളിക്കാൻ പറ്റും. നമുക്ക് ആ റെപ്പോസിറ്ററിയിൽ ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതിൻ്റെ അകത്ത് ഒരു ഗിറ്റപ്പിന്റെ റീയൂസബിൾ വർക്ക് ഫ്ലോയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് യാമല് വേറെ റെപ്പോസിറ്ററി കിടക്കുകയാണ്, ഇപ്പം അത് വിളിക്കുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ഇവിടുന്ന് വിളിക്കാൻ പറ്റും, ഒരു റെപ്പോസിറ്ററിന്ന് വിളിക്കാൻ പറ്റും. അതായത് ഈ ജിറ്റ് ആക്ഷനിൽ നിന്ന് തന്നെ വേറൊരു ജിറ്റപ്പിനെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റുമോ? ക്ലോൺ ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു കോമൺ റെപ്പോസിറ്ററി ഉണ്ട്, അതിൽ കുറച്ച് കോമൺ ലൈബ്രറീസ് ഉണ്ട്. അത് ഇതിൻ്റെ അത് ചെക്ക് ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ആ കോമൺ റെപ്പോസിറ്ററി ആവശ്യമുള്ളൂ. അതൊരു കോമൺ യൂസ് കേസ് ആണ്, അത് ചെയ്യാൻ പറ്റണം. ഓക്കെ.
ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിക്കോട്ടെ അനീസ് അവിടെ. സാറിന് ഇപ്പം ടെറാഫോമിന്റെ മൊഡ്യൂൾസ് വേറെ റെപ്പോയിലും അത് കോൾ ചെയ്യുന്നത് വേറെ സ്ഥലത്താണെങ്കിലും അത് ഗിറ്റബ് ആക്ഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ടെറാഫോമിന്റെ ഉള്ളിൽ തന്നെയാണല്ലോ. ഇത് കോളർ വർക്ക്ഫ്ലോ അല്ലെങ്കിൽ റീയൂസബിൾ വർക്ക്ഫ്ലോ ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മളിപ്പോ ഒരു റെപ്പോയിൽ നിന്ന് വേറൊരു റെപ്പോയിലെ വർക്ക്ഫ്ലോന് കോൾ ചെയ്യേണ്ടി വരുമ്പോഴാണ്. ടെറാഫോമിന്റെ മൊഡ്യൂൾസിന് വേണ്ടി ഗിറ്റബ് ആക്ഷൻസിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആദ്യം പറഞ്ഞ പോലെ റീയൂസബിൾ അല്ലെങ്കിൽ കോളർ വർക്ക്ഫ്ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റും ഉണ്ട് ഗിറ്റബ് ആക്ഷനിൽ. ഓക്കെ. ടെറാഫോം മാത്രമല്ല നമ്മൾ വേറെയും പലയിടത്തും യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ഷെയർ ലൈബ്രറി വിളിക്കാറുണ്ട് ഒരു ജെങ്കിൻസിൽ. അതുപോലെ അത് കോളർ വർക്ക്ഫ്ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. എന്തിനാണ് എനിക്ക് ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. ഞാനപ്പം ജസ്റ്റ് ഡെമോയിലേക്ക് കിടക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട്. അപ്പം അവർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഡെമോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം github.com പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് അതിൻ്റെ ഒരു ഓപ്ഷൻ ഞാൻ ഇവിടെ എടുക്കുവാണ്. അപ്പം ഡെവോപ്സ് മലയാളം GitHub ജസ്റ്റ് ഒരു പേര് കൊടുക്കുന്നു. അത് പബ്ലിക് റെപ്പോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ബിക്കോസ് പ്രൈവറ്റ് റെപ്പോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് റെപ്പോ പോവുകയാണെങ്കിൽ എനിക്ക് ഈ ഫ്രീ മിനിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് കുറച്ച് ഡീഫോൾട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് റെപ്പോസിറ്ററി ഇപ്പം പുതിയൊരു റെപ്പോസിറ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഗിറ്റ് ഇഗ്നോറും റീഡ്മി ഫയലും മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. സോ ഇതാണ് നമുക്ക് ഗിറ്റബ് ആക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ്. അല്ല നമുക്ക് ഓൾറെഡി ആക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റേറ്റസ് ഒക്കെ നോക്കാനുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിപ്ലോയ്മെന്റിനുള്ള പൈപ്പ് ലൈൻസ് എല്ലാം സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അഷറിലേക്ക് ഡിപ്ലോയ് ചെയ്യണം, ECSലേക്ക് ഡിപ്ലോയ് ചെയ്യണം, GKയിലേക്ക് ഡിപ്ലോയ് ചെയ്യണം, ടെറാഫോം, അലിബാബ ക്ലൗഡ്, അങ്ങനെ ഓപ്പൺ ഷിഫ്റ്റ് ഇതിലേക്കെല്ലാം ഡിപ്ലോയ്മെന്റ് ചെയ്യാനുള്ള എല്ലാം ഇതിൻ്റെ അകത്ത് അവർ ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. ഇല്ല ഇപ്പൊ സെക്യൂരിറ്റി സ്കാനിങ് മുന്നേ ഒരാൾ ചോദിച്ചില്ലായിരുന്നു. അപ്പം കോഡ്സ് QL അനലിറ്റിക്സ് അങ്ങനെ ഇപ്പം ഇവിടെ വ്യൂ ആൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക അവർ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡീഫോൾട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സപ്പോർട്ടായിട്ട് ഒത്തിരി ഉണ്ട്. നേരത്തെ സോണാർ ക്യൂബ് ചോദിച്ചില്ലായിരുന്നു. ഇവിടെ സോണാർ ക്യൂബിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ എനിക്കത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതുപോലെ കണ്ടിന്യൂസ് ഇന്റഗ്രേഷന്റെ പാർട്ടായിട്ട് എല്ലാ ലാംഗ്വേജും മെയിനായിട്ടുള്ള എല്ലാ ലാംഗ്വേജും ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെടുക്കാം. ഇല്ല നമുക്കിപ്പം നേരത്തെ ഒരു പുള്ളി പറഞ്ഞില്ലായിരുന്നു നമുക്ക് ഈ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ലേബൽ ചെയ്യണം. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവിടെ പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അത് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ബൈ ഡിഫോൾട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഒന്നുകിൽ ഇത് യൂസ് ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ മാനുവലായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാനിപ്പം സെറ്റപ്പ് എ വർക്ക് ഫ്ലോ യുവർ സെൽഫ് കൊടുത്തു. അപ്പം ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്തു. .github/workflows-ന്റെ അകത്ത് എനിക്കിവിടെ എന്ത് നെയിം വേണോ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഞാൻ കുറച്ച് മുന്നേ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തൊരു സാമ്പിൾ ഉണ്ട്. അതൊന്ന് അതിൻ്റെ അകത്തേക്ക് എടുക്കും. ഇതില് കുറച്ച് മാത്രം ഞാൻ എടുത്ത് അവിടെ അങ്ങ് ഇട്ടേക്കാം. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. സാധനം സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കൊണ്ടുവന്ന ഇതെല്ലാം ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞേക്കാം. ഇവിടെ ഞാൻ ഓൺ പുഷ് മാത്രം ഇട്ടിരിക്കാം. ഓക്കെ, ഈ നെയിമും റൺ നെയിമും ഇപ്പോൾ ഇവിടെ കിടക്കട്ടെ. സോ ഇതിൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളൊരു നെയിം, ഇത് ഫോണ്ട് വായിക്കാൻ പ്രശ്നമുണ്ടോ? ഇത് വലുതാക്കണോ? അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഇല്ല, കുഴപ്പമില്ല.
ഞാനിവിടെ ഒരു നെയിം കൊടുത്തു, ഒരു റൺ നെയിം. ഇത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ട് നെയിം കൊടുക്കാം, അത് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു ഡോളർ സിമ്പിൾ ഇട്ട് ഇങ്ങനെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡൈനാമിക് ആയിട്ട് ഈ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗിറ്റബ് കോണ്ടക്ച്വൽ ആയിട്ട് കുറച്ച് വാല്യൂസ് തരുന്നുണ്ട്. അപ്പോൾ ഇത് ആര് റൺ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഗിറ്റബ് ഡോട്ട് ആക്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പം ഞാനിവിടെ ജോബ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ എന്ത് നെയിം വേണം എനിക്ക് കൊടുക്കാം. സേ DM ടെസ്റ്റ് ജോബ് എന്ന് പറഞ്ഞ ഞാനൊരു പേര് കൊടുത്തു. അത് ഇവിടെ ഓടണം, ഉബുന്തു ലേറ്റസ്റ്റിൽ ഓടണം. സോ ഇവിടെ മൾട്ടിപ്പിൾ റണ്ണേഴ്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേ സാധനം എനിക്കിപ്പം ടെസ്റ്റ് ചെയ്യണം, വിൻഡോസിനും ടെസ്റ്റ് ചെയ്യണം, ഉബുന്തുവിനും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും. സോ ഈ ജോബിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പിൽ സിമ്പിൾ സ്റ്റെപ്പാണ്. ജസ്റ്റ് എക്കോ സ്റ്റേറ്റ്മെന്റ് മാത്രം ഞാൻ അവിടെ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഈവൻ നെയിം എന്താണ്, എന്ത് വോയിസിലാണ് ഓടുന്നത്, ഇതിന്റെ ബ്രാഞ്ചിന്റെ പേരെന്താണ്, റെപ്പോസിറ്ററിയുടെ അഡ്രസ് എന്താണ്, ദെൻ ഇത് ചെക്കൗട്ട് ചെയ്യുന്ന ഒരു കമാൻഡ്, ആക്ഷൻസ് ചെക്കൗട്ട്. ദെൻ ചെക്കൗട്ട് ചെയ്തിട്ട് അതിലുള്ള ഫയൽസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ്. ഇത് സിമ്പിൾ ഒരു ഇതാണ്, ഒരു വർക്ക് ഫ്ലോ ആണ്. ഈ വർക്ക് ഫ്ലോ ഞാൻ മെയിൻ ഡോട്ട് യാമൽ അല്ലെങ്കിൽ ഫസ്റ്റ് വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞ് കമ്മിറ്റ് ചെയ്തു. അപ്പം ഈ കമ്മിറ്റ് ചെയ്യുമ്പം ഈ കമ്മിറ്റിൽ അവനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഗിറ്റബ് ആക്ഷൻസ് ചെക്ക് ചെയ്യും, സ്കാൻ ചെയ്യും. അവന് ഈ ഡോട്ട് ഗിറ്റബിൽ വർക്ക് ഫ്ലോസിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഫയൽ മീൻസ് ഏതെങ്കിലും ഒരു യാമൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് ഈ ഈവന്റ് മാച്ച് ചെയ്ത്, ഇത് പുഷ് ഈവന്റ് ആണ്, ഞാനിവിടെ ബ്രാഞ്ച് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എവിടെ ഏത് ബ്രാഞ്ചിൽ പുഷ് ചെയ്താലും ഇത് റൺ ചെയ്യണം എന്നുള്ള രീതിയിൽ അവൻ ഓടും. സോ ഇത് ഞാൻ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാണ്, മെയിൻ ബ്രാഞ്ചിലേക്ക് തന്നെ കമ്മിറ്റ് ചെയ്യണം. ബ്രാഞ്ച് ഇവിടെ പ്രൊട്ടക്ട് ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ ജസ്റ്റ് കമ്മിറ്റ് ചെയ്തു. ഇനി ആക്ഷൻസിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഒരു യാമൽ ഫയൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്തതേ ഉള്ളൂ. ഞാൻ ഈ ബ്രൗസറിൽ തന്നെ ചെയ്തുകൊണ്ടാണ് പുഷ് ചെയ്യാത്തത്, ജസ്റ്റ് കമ്മിറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ ആക്ഷൻസിന്റെ, ഇവിടെ ആക്ഷൻസിൽ വരിക, ആക്ഷൻസ് വരുമ്പം ഇതുവരെ റൺ ആയിട്ടുള്ള എല്ലാ ആക്ഷൻസ് ഇവിടെ ലിസ്റ്റ് ആവും. സോ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് മാത്രം ലിസ്റ്റ് ആവും. സോ മൾട്ടിപ്പിൾ ആക്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ഷന്റെ ഹിസ്റ്ററി, ലോഗോ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ കൊടുത്ത ഒരു പേരുണ്ട്, DM ടെസ്റ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട്, ആ പേര് ഇവിടെ കാണിക്കും. അതിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊടുത്ത ഓരോ സ്റ്റെപ്പും, ഞാൻ അവിടെ കൊടുത്ത സ്റ്റെപ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എക്കോ ഇത് ഈവൻ നെയിം കാണിക്കുക, വോയിസ് കാണിക്കുക, ബ്രാഞ്ച് കാണിക്കുക. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് ജോബ് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവന് നമുക്ക് ഇതിൽ ഏതിലാണ് ഓടുന്നുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഇതിന്റെ വോയിസ് ഇതാണ്, റണ്ണർ ഇമേജ് എന്ത് ഇമേജ് വെച്ചാണ് അവൻ ഓടിയത്, ഗിറ്റബ് ടോക്കൺ പെർമിഷൻ, അതിന്റെ ഇൻഫർമേഷൻ എല്ലാം അവിടെ ഉണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് കൊടുത്ത എക്കോ കമാൻഡ്, എക്കോ വാസ് ട്രിഗേർഡ് ബൈ എ പുഷ് ഇവന്റ്. സോ ഇതെല്ലാം വേരിയബിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരുന്നതാണ്. ബൈ എ ഈവൻ നെയിം അതവിടെ കാണാൻ പറ്റി. ഇത് ഏത് റണ്ണർ ലിനക്സിലാണ് ഓടുന്നത്, ദെൻ ഏത് ബ്രാഞ്ച് ആണ്, ഏത് റെപ്പോസിറ്ററി ആണ്, ദെൻ ഇവിടെ ചെക്കൗട്ടിന്റെ ഞാനൊരു കോഡ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ ആക്ഷൻസ് ചെക്കൗട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അവൻ ഈ പർട്ടിക്കുലർ റെപ്പോ ആയിരിക്കും അവൻ ചെക്കൗട്ട് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലായിരുന്നു, എനിക്ക് വേറൊരു റെപ്പോ ഇതിന്റെ അകത്തേക്ക് ചെക്കൗട്ട് ചെയ്യുന്ന, അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട ക്രെഡൻഷ്യൽസ് അത് നമുക്ക് ഇതിന്റെ അകത്ത് കോൺഫിഗർ ചെയ്യണം. അതെങ്ങനെ കോൺഫിഗർ ചെയ്യുന്നതെല്ലാം നമുക്ക് ഇതിന്റെ ഇടമൂലം തന്നെ കാണാം. ഓക്കെ, സോ ഇവിടെ ഈ സെയിം റെപ്പോ ആണ് ചെക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് മാനുവലായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ആ ക്രെഡൻഷ്യൽ. ഓക്കെ, സോ ഇവിടെ ചെക്കൗട്ട് ചെയ്തു. ദെൻ സം കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാനുള്ള, ഫയൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഫയൽസ് ഒന്നും ഇല്ല, ജസ്റ്റ് റീഡ്മി മാത്രമേ ഉള്ളൂ, അതിവിടെ കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ സാധനം. ജസ്റ്റ് കുറച്ച് എക്കോ സ്റ്റേറ്റ്മെന്റ് മാത്രം ഇട്ടിട്ട് ഒരു സാധനമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇതിന്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കൊരു നോഡ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ക്ലോൺ ചെയ്യുവാണ്.
ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇതിവിടെ കിടപ്പുണ്ട്. അടുത്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലൊരു സാമ്പിൾ ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു നോഡ് ആപ്ലിക്കേഷൻ. ആ ആപ്ലിക്കേഷൻ ഞാൻ ഇതിലേക്ക് ഒരു സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് ഒരു സെർവർ ഡോട്ട് JS എന്ന് പറഞ്ഞൊരു നോഡ് JS ആപ്ലിക്കേഷൻ. ഈ കോഡ് നമ്മൾ പറയേണ്ട കാര്യമില്ല, ഇതെന്തോ ആരോ ഒരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്ത കോഡ് എന്നുള്ള മാത്രം മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റൂട്ട് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കുന്നു, അത് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അതുപോലെ കുറച്ച് ടെസ്റ്റ് കേസസ് ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടെസ്റ്റ് ഫയലുണ്ട്. ഓക്കെ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് എനിക്കൊരു പാക്കേജ് JSON എന്ന് പറഞ്ഞൊരു ഫയൽ വരും, ഈ ഒരു നോഡിൻ്റെ പാർട്ടായിട്ട് വരുന്ന. ഇതിനെക്കുറിച്ചും അറിയേണ്ട കാര്യമില്ല. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എന്താ കൊടുക്കേണ്ട, ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ കൊടുക്കേണ്ട, അങ്ങനെയുള്ള കുറച്ച് കമാൻഡ്സ് മാത്രമേ ഉള്ളൂ. സോ ഇതിപ്പം ജസ്റ്റ് ഒരു നോഡ് ആപ്ലിക്കേഷൻ എൻ്റെ ഇതിൽ കിടക്കുവാണ്. എനിക്കൊരു ഗിറ്റപ്പ് വർക്ക്ഫ്ലോസ് എന്ന് പറഞ്ഞിരുന്നുണ്ട്. ഞാൻ ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്കലിൽ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ഓക്കെ. NPM ആയിരുന്നു. ടെസ്റ്റ് റൺ ചെയ്യുമ്പോൾ ഒരെണ്ണം പാസ്റ്റ്, 2 പാസ്റ്റ് ഇതൊക്കെ വരുന്നുണ്ട്. NPM റൺ ബിൽഡ് ഇതിനെ കുറിച്ചൊന്നും പറയണ്ട, ഞാൻ ജസ്റ്റ് ആപ്ലിക്കേഷൻ ലോക്കലിൽ വർക്കാവുന്നു എന്ന് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ NPM റൺ ബിൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ കോഡ് കമ്പൈൽ ചെയ്ത് ഡിസ്റ്റ് ഫോൾഡറിൻ്റെ അകത്ത് ഈ ആവശ്യമുള്ള കോഡ്, റൺ ചെയ്യേണ്ട കോഡ് കൊണ്ടുവന്ന് ഇടും. എന്നിട്ട് അതിനൊന്ന് വെരിഫൈ ചെയ്യുന്നു, ഈ ആപ്ലിക്കേഷൻ ലോക്കലിൽ റൺ ആവുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുവാണ്. അത്രയും മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഡിസ്റ്റ് ഫോൾഡറിൽ സെർവർ ഡോട്ട് JS 3000 റൺ ആവുന്നെന്ന് പറഞ്ഞു. ഇത് ഞാനിപ്പോൾ ലോക്കലിൽ റൺ ചെയ്താണ്. സോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ലോക്കലിൽ റൺ ആവുന്നുണ്ട്. സോ ഈ സാധനം ഞാൻ ജസ്റ്റ് വെരിഫൈ ചെയ്തു, എനിക്ക് ലോക്കലിൽ റൺ ആവുന്നുണ്ട്. സോ ഇത് ഞാൻ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ കമാൻഡ്സ് റൺ ചെയ്ത് അവനത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഇതിൽ ഞാനൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. സോ ഈ വർക്ക് ഫ്ലോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഞാനൊരു നെയിം കൊടുക്കുന്നു. ഓൺ എന്ത് ഇവന്റ് ആണ്, ഓൺ പുഷ് കൊടുക്കുവാണ്. എല്ലാ ബ്രാഞ്ചിലും
പുഷ് ചെയ്യുന്ന സമയത്തെല്ലാം ഓടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. ഈ പല രീതിയിൽ നമുക്ക് കൊടുക്കാം. പുഷ് കൊടുത്തിട്ട് നമുക്ക് ആ ബ്രാഞ്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ജോബ്സ്, എന്തൊക്കെ ജോബ്സ് ആണ് ഫസ്റ്റ് ഓടിക്കാൻ പോകുന്നത്. സോ ഞാനിപ്പം ഒരു ഹെലോ എന്ന് പറഞ്ഞൊരു ജോബ് ഹെലോ റൺസ് ഓൺ ഉബുന്തു ലേറ്റസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താ സ്റ്റെപ്സ് ഓടിക്കേണ്ട മൾട്ടിപ്പിൾ ഇതിൽ ഓടണം. അതായത് മറ്റുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. റൺസ് ഓൺ ദിസ് വൺ, ഒരു സ്ട്രാറ്റജി പറയാം. സ്ട്രാറ്റജി മാട്രിക്സ് നോഡ് വെർഷൻ കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ? അത് സ്പീക്കറിന്റെ കണക്ഷൻ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ ജോയിൻ ആക്കുമായിരിക്കും. ഈ കണക്ഷൻ ഇഷ്യൂ കുറച്ചു നേരമായിട്ട് ഉണ്ടായിരുന്നു. ഞാനിത് ഇവിടെ ആയിരിക്കും വിചാരിച്ചാണ് പറയാറുന്നത്. ലെഫ്റ്റ് ആയോ? നമ്മളെ സ്പീക്കർ പോയി. പുള്ളിയുടെ ഭാഗത്തുള്ള കണക്ഷൻ ഇഷ്യൂ ആയിരിക്കും. അല്ല, അതിന് മുമ്പ് കുറച്ചു നേരം കണക്ഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് വന്നു. അതെ, ഒരു 2 minutes ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ച് നമ്മളെ ഭാഗത്തുള്ള ഇഷ്യൂ ആണ്. അതാണ് എല്ലാരും അവരുടെ സൈഡിൽ ഇഷ്യൂ ആണെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ദിവസം വേറൊരു സെഷനിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞ് ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ കുഴപ്പമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ ശരിയായി. ഇത് ഒറ്റയടിക്ക് ആൾക്കാരെല്ലാം പോവുകയും ചെയ്തു. അതെങ്ങനെ സംഭവിച്ചു? ഒരു മിനിറ്റ്, ഞാൻ നിർണയം പിന്നീട് പുള്ളി അറിഞ്ഞിട്ടില്ല. പറഞ്ഞോ? അല്ല, ഇപ്പൊ ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. ഇപ്പൊ കണ്ട പോലെ തോന്നി. നിരനുണ്ട്, കോളുണ്ട്. നിരൻ ബ്രോ അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. മ്യൂട്ടാണ്. അതേ പ്രവീണ, എല്ലാവരും നമ്മൾ അങ്ങനെ വിചാരിച്ചു. നമ്മുടെ ശരിക്കും സാധാരണ ആരെങ്കിലും ഒക്കെ പറയാറുള്ളതാണ്. അത് പറയാൻ മടി കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിരൻ, ഹലോ. ഹലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ. ഓക്കെ.
അത് നിരൺ അറിഞ്ഞില്ലായിരുന്നു പോയിരിക്കുന്ന കാര്യം. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടെ കണക്ട് ചെയ്യും. ഹലോ, ആ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാൻ ഇതിലുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം. എന്താ പറ്റിയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ സ്ട്രാറ്റജി മെട്രിക്സ് എഴുതുന്നവരെ കണ്ടെന്നാ തോന്നുന്നു. ഓക്കെ ഓക്കെ. അതെ അതെ. ഇപ്പം കാണുന്നുണ്ടോ? കാണാം കാണാം. സ്ട്രാറ്റജി മെട്രിക്സ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഈ ഗിറ്റപ്പില് സോറി 2 എക്സ്ട്രാ സ്റ്റെപ്പ്. ഒന്ന് ഫസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഇത് കൊടുത്തു. പിന്നെ ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഇന്ന നോഡ് വെർഷൻ യൂസ് ചെയ്യുക പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ നേരത്തെ ലോക്കലിൽ റൺ ചെയ്ത കമാൻഡ്സ് റൺ ചെയ്യാനായിട്ട് കൊടുക്കുവാണ്. ഫസ്റ്റ് npm ci അത് ഡിപ്പെൻഡൻസി ചെയ്യാനായിട്ട്, പിന്നെ npm റൺ ബിൽഡ്, ദെൻ npm ടെസ്റ്റ്. ഇതിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സോ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്ത് ഷോർട്ട് ഞാനൊരു ഓൺ പുഷിൽ ജോബ്സ് 2 ജോബ് കൊടുത്തു, സേ ഹെലോയും ബിൽഡ് നോഡും. ഈ ഫസ്റ്റ് വണ്ണും ഇതിനും ഡിപ്പെൻഡൻസി ഇല്ല, അതായത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓടും. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്തത്. സോ ഫസ്റ്റ് വണ്ണിൽ ഹലോ പറയുന്നു, സെക്കൻഡ് വണ്ണിൽ ഈ കോഡ് ചെക്ക്ഔട്ട് ചെയ്യുന്നു, npmൻ്റെ ബിൽഡ് കമാൻഡൊക്കെ ഓടിക്കുന്നു. ഇത്രയും മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ കോഡ് ഞാൻ ജസ്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടങ്ങ് പുഷ് ചെയ്യാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്മിറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം. ഇവിടെ ഒരു ഡോട്ട് വരുന്നത് കണ്ടോ? ഇതിപ്പോൾ പെൻഡിങ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്കിതിൻ്റെ ഓരോരോ ബിൽഡ് സ്റ്റെപ്പും ഫസ്റ്റ് സേ ഹലോ, അത് കഴിഞ്ഞ് ടെസ്റ്റ് ജോബ്, ഇതിൻ്റെ സ്റ്റേറ്റസ് എല്ലാം നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഓരോ ബിൽഡിനും. ഇല്ല നമുക്കിപ്പം ഈ കമ്മിറ്റിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓരോ കമ്മിറ്റിലും എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ഞാൻ ഗിറ്റപ്പ് ആക്ഷൻസിലേക്ക് പോവുകയാണ്. അവിടെ പോകുമ്പം ഞാൻ 2 ഫയലാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫസ്റ്റ് വർക്ക്ഫ്ലോ ഡോട്ട് യാമലും നോഡ് ഇത് രണ്ടും ഉണ്ട്. ഇപ്പൊ ഈ ഫസ്റ്റ് വർക്ക്ഫ്ലോയിലും കൊടുത്തിട്ടുണ്ട് ഓൺ പുഷിൽ എക്സിക്യൂട്ട് ചെയ്യുക. എന്ത് പുഷ് വന്നാലും ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ നോഡിലും കൊടുത്തിട്ടുണ്ട് ഓൺ പുഷിൽ എക്സിക്യൂട്ട് ചെയ്യുക. സോ ഇവിടെ എന്ത് പുഷ് ചെയ്താലും ഇവൻ എക്സിക്യൂട്ട് ആവും. അതാണ് അവിടെ കൊടുത്തിരുന്നത്. സോ ഇതിപ്പം തിരിച്ചു വന്നിട്ട് ഞാൻ വർക്ക് ഫ്ലോ റണ്ണിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആക്ഷന് വെച്ചിട്ട് റണ്ണായി. ഇവിടെ 2 എണ്ണം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഗിറ്റപ്പ് ആക്ഷൻസ് ഡെമോയ്ക്ക് വേണ്ടി ആദ്യം ക്രിയേറ്റ് ചെയ്ത വർക്ക് ഫ്ലോ റൺ ആയിട്ടുണ്ട്. രണ്ടാമത് മൈ നോഡ് വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ഞാൻ 2 ജോബാണ് അവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്തത്. 2 ജോബ്, ഒരു സെയിം യാമൽ ഫയലിൻ്റെ അകത്ത് 2 ജോബ്. ഒന്ന് ഫസ്റ്റ് സേ ഹലോ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതും ക്രിയേറ്റ് ചെയ്തു. ഏതാ, സേ ഹലോ എന്ന് പറഞ്ഞൊരു ജോബും ബിൽഡ് നോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇതും ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഇവിടെ വരുമ്പോൾ സേ ഹലോയും ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ മെട്രിക്സ് ബിൽഡ് നോഡ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് മൾട്ടിപ്പിൾ നോഡ് വെർഷനിൽ ഇത് റൺ ചെയ്ത് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് മെട്രിക്സ് ഇതൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം. സോ ഇവിടെ സേ ഹലോയുടെ ലോഗ് നോക്കുമ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് റൺ എക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു എക്കോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത് ബിൽഡ് നോഡ്, ഇത് നോഡ് 18 യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റിന്റെ റിസൾട്ട്സ് ഇവിടെ കാണാം. ടെസ്റ്റ് സ്യൂട്ട്സ് ഒരെണ്ണം പാസ്സായി, 2 എണ്ണം
പാസ്സായിട്ടുണ്ട്. അതേപോലെ നോഡ് 20 പോയാലും എനിക്ക് സോറി ഇന്ത്യൻ ടെസ്റ്റ് ഇതിന്റെ റിസൾട്ട്സ് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു സാധനമാണ്, ജസ്റ്റ് നോഡിന്റെ സാധനം, നോഡ് മൾട്ടിപ്പിൾ മെട്രിക്സ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള സാധനം മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ഓക്കെ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇപ്പം ബിൽഡ് ചെയ്തു, നോഡിന്റെ സാധനം ബിൽഡ് ചെയ്തിട്ട് ഈ സാധനം ഈ കോഡ് എടുത്തിട്ട് ഞാൻ ഡിപ്ലോയ്മെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബിൽഡ് കഴിഞ്ഞിട്ടേ ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് പോയിട്ട് ഈ ഗിറ്റബ് ആക്ഷൻസ് പോയിട്ട് ഇതിന്റെ ലോഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. സേ ഹെലോ ഇതും ഒരുമിച്ചാണ് ഓടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു എക്സ്ട്രാ ഒരു ലൈൻ സേ ഇപ്പം ബിൽഡ് നോഡ് നീഡ്സ് ഈ ജോബിന്റെ പേരങ്ങ് കൊടുക്കുക. സിമ്പിൾ ആണ്. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇനിഷ്യലി ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടെയ്നർ അല്ലെങ്കിൽ VMലാണ് ഓടുന്നത്. ഈ രണ്ട് ജോബും പാരലായിട്ട് ഓടുന്നത്. ഇത് രണ്ടും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. സോ ഞാൻ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷമേ എനിക്കിത് സേ ഹലോ പറഞ്ഞിട്ട് ഇവന്റെ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നീഡ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഈ സാധനം നമുക്കൊന്ന് കമ്മിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ട് ഇതും ട്രിഗർ ആകുന്നുണ്ട്. ഞാൻ ഈ സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇത് ജോബ് മാത്രം ഞാൻ ഡിസേബിൾ ചെയ്യാം. എനിക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ റൺ ചെയ്യുന്ന ഈ ജോബ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ക്യാൻസൽ റൺ കൊടുക്കാം. അതൊരു ഓപ്ഷൻ ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിസേബിൾ വർക്ക് ഫ്ലോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എനിക്കിപ്പം എല്ലാ ചെക്കിനിലും ഇത് രണ്ടും കൂടെ കിടന്ന് ഓടണ്ട, അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഡിസേബിൾ ചെയ്തു. ഓക്കെ, ഇപ്പം നോഡ് വർക്ക് ഫ്ലോയിലോട്ട് നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് ഉള്ളത് രണ്ടും ഒരുമിച്ച് ഓടി. ഇപ്പോഴത്തെ രണ്ടാമത്തെ കമ്മിറ്റാണ് ഇത്. കണ്ടോ, ഒരു ലൈൻ വന്നിരിക്കുന്നത് കണ്ടോ, അതായത് ഇത് കഴിഞ്ഞതിന് ശേഷമേ ഇത് റൺ ആവത്തുള്ളൂ. ഹലോ പറഞ്ഞതിന് ശേഷമേ ഈ ബിൽഡ് ആകുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിപ്പം ഫസ്റ്റ് ബിൽഡ് ചെയ്തു. ഈ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടെയ്നർ ഇമേജോ അല്ലെങ്കിൽ ഒരു ആർട്ടിഫാക്ട്, സേ ജാവ ആണെങ്കിൽ ജാർ ഫയൽ, ഡോട്ട്നെറ്റ് ആണെങ്കിൽ സേ DLL അല്ലെങ്കിൽ EXEയോ അങ്ങനെ നമുക്ക് ആർട്ടിഫാക്ട് ഒരെണ്ണം കിട്ടും. ഓക്കെ, ഈ ആർട്ടിഫാക്ട് ആണ് നമ്മളിട്ട് ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഡിപ്ലോയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡമ്മി ഒരു ഡിപ്ലോയ്മെന്റ് ജോബ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആ കോഡ് നടത്തോട്ടെ. ഇവിടെ വരുന്നു നോഡ് CIയിൽ ഇപ്പം ബിൽഡ് നോഡാണ്. അതുപോലെ ഞാൻ അടുത്തൊരു ഡിപ്ലോയ്മെന്റ് എന്ന്, പക്ഷെ ഞാൻ ആക്ച്വൽ ഡിപ്ലോയ്മെന്റ് അവിടെ ചെയ്യുന്നില്ല, ഒരു ഡമ്മി ഒരു ജോബാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സേ ഡിപ്ലോയ് ടു ഡെവ്, ചുമ്മാ ഒരു പേര് കൊടുത്തു. പേര് കൊടുത്തിട്ട് ഞാൻ ഇത് തന്നെ ഇവിടെ കോപ്പി ചെയ്യാം. റൺസ് ഓൺ ചെയ്ത് എക്കോ ഡിപ്ലോയ് ടു ഡെവ്. അതേപോലെ ഞാൻ ഡിപ്ലോയ് ടു UATക്ക് വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ UAT കഴിഞ്ഞിട്ട് സെയിം സാധനം എനിക്കിപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ നീഡ്സ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഇതെല്ലാം ഒരുമിച്ചങ്ങ് ഓടും. പക്ഷേ എനിക്ക് അങ്ങനെ വേണ്ട, ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഡെവലപ്പിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നീഡ്സ് എന്ന് പറഞ്ഞ സാധനം ഇവിടെയും കൊടുക്കും. നീഡ്സ് ഏതാ, എനിക്ക് ബിൽഡ് നോഡ് എന്ന് പറഞ്ഞ സാധനം കംപ്ലീറ്റ് ചെയ്യണം, അത് കൊടുത്തു.
UAT-ലേക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് സം കേസസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെവിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് UAT-ലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് പ്രോഡിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു ഇത് കാണും. ചില കേസസിൽ നമ്മൾ ഡെവിലേക്കും UAT-ലേക്കും ഒരുമിച്ച് ഡിപ്ലോയ് ചെയ്യുന്ന കേസസ് ഉണ്ട്. അങ്ങനെ വരാറില്ല. ഞാൻ ഈ എക്സാമ്പിൾ ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇടുകയാണ്. ബിൽഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെവിലേക്ക് UAT-ലേക്കും ഡിപ്ലോയ് ചെയ്യാം. പക്ഷെ പ്രൊഡക്ഷനിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് UAT-ൽ പോയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിപ്ലോയ് ടു UAT കഴിഞ്ഞിട്ട് പ്രോഡിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഡിപ്ലോയ്മെന്റ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ആ ഫ്ലോസ് എങ്ങനെ വർക്ക് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നു. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ഹലോ പറയുന്നു, ബിൽഡ് ചെയ്യുന്നു, ദെൻ ഡെവലപ്പിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു, UAT-ലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു, പ്രോഡിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. ഇത്രയുമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊന്ന് കമ്മിറ്റ് ചെയ്ത് നമുക്ക് പുഷ് ചെയ്ത് നോക്കാം. ഒരു സെക്കൻഡ്, അവിടെ കറണ്ട് പോയി. ഞാൻ ഷെയർ ചെയ്തിരുന്ന സ്ക്രീൻ ഇപ്പോൾ ഓഫാണ്. ഇല്ല, സ്റ്റിൽ വിസിബിൾ ആണ്. ഇരുട്ടായതുകൊണ്ട് കാണില്ല. ഒരു പുകമയമാണ് അല്ലേലിട്ട് നോക്കി നടക്കുന്ന ഒരു കറണ്ട് വന്നു. ഓക്കെ, ഡിപ്ലോയ്മെന്റ് ഫ്ലോ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്നു. ഇപ്പം വീണ്ടും റീഷെയർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പറയാ. ഞാൻ എന്നിട്ട് ആക്ഷൻസിലേക്ക് പോകുന്നു. ഇപ്പൊ ഇത് ഡിസേബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഈ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓടത്തില്ല. സെക്കൻഡ് വണ് ഡിപ്ലോയ്മെന്റ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഓടുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പം സേ ഹലോ കഴിഞ്ഞിട്ട് മെട്രിക്സ് ബിൽഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് UAT-യും ഡെവും ഓടും എന്ന് പറഞ്ഞു. ഇവിടെ വിഷ്വലി ഇറ്റ് വിൽ ഗീവ് ദ ഡീറ്റെയിൽസ്. അത് കഴിഞ്ഞ് ഡെവ് കഴിഞ്ഞിട്ട് ഡെവിലേക്ക് ഡിപ്ലോയ് ചെയ്യും, ബിൽഡ് കഴിഞ്ഞിട്ട് UAT-ലേക്ക് ഡിപ്ലോയ് ചെയ്യും, UAT-ലേക്ക് കഴിഞ്ഞിട്ട് പ്രോഡിലേക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഡ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഈ വർക്ക് ഫ്ലോ എല്ലാം ട്രിഗർ ആയി ഇവൻ അതിനെ ബിൽഡ് ചെയ്ത് എല്ലാ എൻവയോൺമെന്റിലേക്കും ഡിപ്ലോയ്മെന്റ് ചെയ്യും. പക്ഷെ നമ്മൾ ആക്ച്വൽ കമ്പനീസിലൊക്കെ ചെയ്യുന്ന സിനാരിയോയിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഡെവിലേക്ക് പോയി അത് വെരിഫൈ ചെയ്തിട്ട് UAT-ലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് പിന്നെ പ്രൊഡക്ഷനിൽ പോകത്തുള്ളൂ, അതൊക്കെ നടക്കത്തുള്ളൂ. ഇവിടെ ഇതെല്ലാം ജസ്റ്റ് ഞാൻ ഡെമോക്ക് കാണിച്ചുള്ളതുകൊണ്ട് ഈ സ്റ്റെപ്സ് എല്ലാം 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഞാനപ്പോൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ എങ്ങനെ അപ്രൂവൽ ഫ്ലോ കൊണ്ടുവരാം എന്നുള്ള കാണിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ബിൽഡ് ചെയ്ത് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ, UAT-ലും പ്രൊഡക്ഷനിലും പോകുന്നതിന് മുന്നേ എനിക്ക് അപ്രൂവൽ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അപ്രൂവലിന്റെ ഒരു ഫ്ലോ ഉണ്ട്. ഓക്കെ, അപ്രൂവലിന്റെ ഫ്ലോ പോകുമ്പോൾ ഈ എൻവിറോൺമെന്റ്സ് ഡെവ് UAT പ്രോഡ് ഈ എൻവിറോൺമെന്റ്സ് ഞാൻ ഇവിടെ സെറ്റിങ്സിൽ പോയി ഡിഫൈൻ ചെയ്യണം. ഞാൻ ഇവിടെ സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻവിറോൺമെന്റ്സിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എൻവിറോൺമെന്റ്സ് എടുക്കുക. ഇവിടെ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഡെവ് എന്ന് പറഞ്ഞൊരു എൻവിറോൺമെന്റ് ഉണ്ട്. ഡെവിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് അപ്രൂവൽ ഒന്നും വേണ്ട. ഓക്കെ, ദെൻ UAT എന്ന് പറഞ്ഞൊരു എൻവിറോൺമെന്റ് ഉണ്ട്. UAT-ൽ ഞാൻ പറയുകയാണ്, UAT-ൽ ഡിപ്ലോയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന ആളുടെ അപ്രൂവൽ കൊടുക്കും. എനിക്ക് ഇവിടെ മൾട്ടിപ്പിൾ ആൾക്കാരെ കൊടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഒക്കെ കൊടുക്കാം. ഈ പ്രൊട്ടക്ട് ബ്രാഞ്ചിൽ നിന്ന് മാത്രമേ ഡിപ്ലോയ്മെന്റ് ആവുള്ളൂ, അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിൽ നിന്ന് മാത്രം, മാസ്റ്റർ ബ്രാഞ്ചിൽ നിന്ന് മാത്രമേ ഡിപ്ലോയ്മെന്റ് ആവാവൂ. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഞാൻ ആ കണ്ടീഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇതിപ്പം സെലക്ട് ബ്രാഞ്ച് അല്ല, നോ റെസ്ട്രിക്ഷൻ കൊടുത്തു. ഇത് ബ്രാഞ്ചിൽ നിന്ന് വേണം ഡിപ്ലോയ്മെന്റ് ചെയ്യാം. ഇത് UAT, ദെൻ റോഡിൽ ചിലപ്പം അത് വേറൊരു അപ്രൂവൽ ആയിരിക്കും. കുറച്ചും കൂടെ ഹയർ അതോറിറ്റി ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഇപ്പൊ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പേര് തന്നെ കൊടുക്കുവാണ്. പ്രൊട്ടക്ഷൻ റൂൾസ്, അതിലും ഇതേപോലെ ബ്രാഞ്ചസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്തത് എൻവിറോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. ഡെവ് UAT പ്രോഡ്.
ഇനി ഇത് എൻ്റെ യാമലിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മാപ്പ് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഡെവിൽ അപ്രൂവൽ ഒന്നും വേണ്ട, നോ പ്രൊട്ടക്ഷൻ റൂൾസ്. UAT-ലും പ്രോഡിലും പ്രൊട്ടക്ഷൻ റൂൾസ് ഉണ്ട്. സോ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈന് എൻ്റെ വർക്ക് ഫ്ലോ ഫയൽ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഈ അപ്രൂവൽ വേണമെന്നുള്ള കണ്ടീഷൻ അവിടെ മാപ്പ് ചെയ്യണം. മാപ്പ് ചെയ്യാനായിട്ട് ഇത് ഏത് എൻവിറോൺമെന്റ് ആണെന്ന് ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കും. സേ ഇപ്പം ഡിപ്ലോയ് ടു ഡെവ്, ഏതാണ് എൻവിറോൺമെന്റ്? സേ എൻവിറോൺമെന്റ് ഞാൻ ഡെവ് എന്ന് പറഞ്ഞ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഡെവ് എന്ന് കൊടുത്തു. ഇത് UAT എൻവിറോൺമെന്റ്. അപ്പൊ ഞാനിത് കോപ്പി ചെയ്തു. UAT, ഇത് പ്രൊഡക്ഷൻ റോഡ്. നമുക്ക് പോയി ആക്ഷൻസ് നോക്കാം. ആക്ഷൻസ് ട്രിഗർ ആയിട്ടുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്ന സാധനം. ഞാൻ തൽക്കാലം അവിടുത്തെ കണ്ടീഷൻ കൂടെ ഒന്ന് മാറ്റാം. ഡെമോയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത കുറച്ച് കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ. ഇത് നോഡ് 18 മാത്രം ഇടാം, അതാകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സേ ഹലോ ഇതും കൂടെ എടുത്ത് കളയാം. ഇതപ്പം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യും, ദെൻ ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്ത്. ഓക്കെ, ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് ചേഞ്ചസ് ഓൾറെഡി പൈപ്പ് ലൈൻ ഓടുകയാണ്, ഞാൻ ഇവിടെ വീണ്ടും ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, ചേഞ്ച് ചെയ്ത് പുഷ് ചെയ്യുമ്പോൾ 2 പൈപ്പ് ലൈനും കൂടെ പാരലായിട്ട് കിടന്ന് ഓടും. 2 പൈപ്പ് ലൈൻ ഇൻ ദ സെൻസ് 2 വർക്ക് ഫ്ലോയും കൂടെ പാരലായിട്ട് കിടന്ന് ഓടും. ഇതുണ്ടോ, മെയിനിൽ നിന്ന് തന്നെ ഇവിടെ ഒരെണ്ണം അപ്രൂവലിന് വെയിറ്റ് ചെയ്യുകയാണ്, അടുത്തത് ഇപ്പം ഇവിടെ ട്രിഗറുമായി. സോ നോർമൽ സിനാരിയോസിൽ 2 കണ്ടീഷനിലും ഇപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് കഴിഞ്ഞ് പുതിയ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ പഴയ പൈപ്പ് ലൈൻ പിന്നെ ഓടിയിട്ട് കാര്യമില്ല, അത് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന കേസസ് വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പം 2 എണ്ണം കൂടെ ഇവിടെ കിടക്കുക. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ പൈപ്പ് ലൈനിൽ വന്നിട്ട് ഞാൻ നേരത്തെ ഒരു അപ്രൂവലിന് ഒരു കണ്ടീഷൻ കൊടുത്തില്ലേ, ഇവിടെ സെറ്റിങ്സിൽ വന്നിട്ട് ഇന്ന ആള് അപ്രൂവ് ചെയ്താൽ UAT-ലേക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യുക. അതാണ് ഇവിടെ കാണുന്നത്. ഡെവിലേക്ക് ഡിപ്ലോയ് ചെയ്തു, UAT വെയിറ്റിംഗ് ഫോർ റിവ്യൂ. ഇന്ന ആള് അപ്രൂവ് ചെയ്താൽ മാത്രമേ UAT-ലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് അപ്രൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആക്സസ് ഉള്ള, അതായത് ഓതറൈസ്ഡ് പേഴ്സൺ ഇതിൽ വന്നു കഴിഞ്ഞാൽ ദിൽ ബി ഏബിൾ ടു സീ റിവ്യൂ ഡിപ്ലോയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കിട്ടും. സോ UAT എടുത്തിട്ട് ഞാൻ അപ്രൂവ് ചെയ്യും. ഇപ്പോൾ അത് UAT ട്രിഗറാം. ഇപ്പോഴും പ്രോഡ് എനിക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റിയതില്ല. അപ്പം ഞാൻ കൊടുത്ത കണ്ടീഷനിൽ എനിക്ക് UAT കഴിഞ്ഞിട്ട് പ്രോഡ് പോകാവൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ കേസിൽ ഈ സാധനം ഈ പർട്ടിക്കുലർ ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞിട്ട് എവൻ ചോദിക്കും. കണ്ടു, ഇപ്പം UAT ഡിപ്ലോയ്മെന്റ് കഴിഞ്ഞു, പ്രോഡ് അപ്രൂവലിന് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ വീണ്ടും പോയിട്ട് റിവ്യൂ ഡിപ്ലോയ്മെന്റ്സ് കൊടുത്ത് പ്രോഡ് വെച്ച് അപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ അപ്രൂവ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ വീണ്ടും GitHub ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ 2 ബിൽഡ് ഇപ്പോൾ ഓടുന്നുണ്ട്. ആദ്യത്തെ ഒരു കമ്മിറ്റിന് വേണ്ടി ഒരു ബിൽഡ് ഓടി പകുതി വന്ന് ഇപ്പോൾ ഉണ്ട് അപ്രൂവലിന് വന്നിട്ട്. രണ്ടാമത്തെ ബിൽഡ് വന്നിട്ട് UAT വരെ വന്നിട്ടുണ്ട്, പ്രോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതിന് ഹാൻഡിൽ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ഒരേ ബ്രാഞ്ചിൽ മൾട്ടിപ്പിൾ കമ്മിറ്റ് വന്നു, ലാസ്റ്റ് കമ്മിറ്റ് വരുമ്പോൾ പ്രീവിയസ് കമ്മിറ്റ് ഡിസ്കാർഡ് ചെയ്യാം, അതിനൊരു ഓപ്ഷൻ ഉണ്ട്. അതിനെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഇവിടെ കൺകറൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ വന്നിട്ട് കൺകറൻസി, ഇതാണെന്ന് തോന്നുന്നു സ്പെല്ലിങ്. കൺകറൻസി വെച്ചിട്ട് സേ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സേ കൺകറൻസി ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രാഞ്ചിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അതിന് ഞാൻ ഇങ്ങനെ ഇപ്പം ഗ്രൂപ്പ് CI GitHub ref എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്തു, ഇത് ഡൈനാമിക് ആയിട്ട് വരാനായിട്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് പറയും ക്യാൻസൽ ഇൻ പ്രോഗ്രസ്. ഇത് ട്രൂ ആക്കി വെച്ച് കഴിഞ്ഞാൽ
വേറെ ഏതെങ്കിലും പൈപ്പ് ലൈന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനുശേഷം പുതിയൊരു കമ്മിറ്റ് വരുന്നുണ്ടെങ്കിൽ പ്രീവിയസ് പൈപ്പ് ലൈന് ഇന്ന ബ്രാഞ്ചിലുള്ള പൈപ്പ് ലൈനിൽ ക്ലോസ് ചെയ്യും. ഇപ്പൊ എനിക്ക് ബ്രാഞ്ച് വെച്ച് ചെയ്യേണ്ട, ഫുള്ള് ഓപ്പൺ ആയിടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഒരു പേര് കൊടുത്താൽ മതി. ജസ്റ്റ് എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാം ഒരേ ഒരു ഗ്രൂപ്പിൽ വരും. ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് വൈസ് എനിക്ക് കൺകറൻസി സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ കൺകറൻസി സെറ്റ് ചെയ്തു. നമുക്ക് പൈപ്പ് ലൈനിലോട്ട് പോയി നോക്കാം. ഞാൻ ഇതിന് കൺകറൻസി മുന്നേ സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അത് ക്യാൻസൽ ആവാത്തത്. നമുക്കൊരു ചെറിയൊരു കമ്മിറ്റും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് റീഡ്മിയിൽ ജസ്റ്റ് എന്നിട്ട് ഈ സാധനം മുന്നേ ട്രിഗർ ആയത് ക്യാൻസൽ ആയി ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ കമ്മിറ്റ് വന്നപ്പോൾ. സോ അങ്ങനെ നമുക്ക് ഈ കൺകറൻസി ലെവലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് മൾട്ടിപ്പിൾ വർക്ക് ഫ്ലോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഇതിൻ്റെ അകത്ത് ഇത് രണ്ടും ഇൻഡിവിജ്വൽ വർക്ക് ഫ്ലോസ് ആണ്. ഓക്കെ, പക്ഷേ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സേ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് മേ ബി സെയിം ആയിരിക്കാം. ഈ ഡിപ്ലോയ്മെന്റ് സ്റ്റെപ്സ് ഫോർ UAT-യും ഡെവും പ്രോഡും എല്ലാം സെയിം ആണ്. പക്ഷേ സം വാല്യൂ മാത്രമായിരിക്കും എനിക്ക് ഡിഫറെന്റ്. സേ ഇവിടെ പാസ് ചെയ്യുന്ന ഒരു വാല്യൂ എന്തെങ്കിലും ഒരെണ്ണം മാത്രമായിരിക്കും ഡിഫറെന്റ്. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ഈ വർക്ക് ഫ്ലോ ഫയൽ റീയൂസ് ചെയ്യാനുള്ള കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. സോ അതിനെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യാം. റീയൂസബിൾ വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്. റീയൂസബിൾ ഡിപ്ലോയ്മെന്റ് YAML ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ റീയൂസബിളിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ടൈം കുറച്ച് ഇതാണ്, ഞാൻ അതുകൊണ്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാണ്. ഞാനൊരു ജസ്റ്റ് ഒരു നെയിം കൊടുത്തു. ഓൺ എന്താ ഇവിടെ കൊടുക്കുന്ന വർക്ക് ഫ്ലോ കോൾ എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കുന്നു. ഓക്കെ, വർക്ക് ഫ്ലോ കോൾ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ടായിട്ട് എന്ത് വേണം, എനിക്ക് ടെസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻപുട്ട് വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മാൻഡേറ്ററി ആണ്, റിക്വയർഡ് ആണ്, ടൈപ്പ് സ്ട്രിങ് ആണ്. എന്നിട്ട് ഞാൻ ഇവിടെ ജോബ്സിൽ ഇഷ്ടമുള്ള ഒരു പേരിൽ കൊടുത്തിട്ട് ഒരു ഫ്ലോ കൊടുക്കുന്നു. റൺസ് ഓൺ ഉബുന്തു ഇത് സ്റ്റെപ്സിൽ ഈ പാരാമീറ്റർ ഇവിടെ പാസ് ചെയ്യുന്ന ആ പാരാമീറ്ററിനെ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരു ജസ്റ്റ് ഒരു സേ ഡിപ്ലോയ്മെന്റ് ജോബായിട്ട് കൺസിഡർ ചെയ്യുക. സേ ഒരു സെർവറിലോട്ട് ഡിപ്ലോയ്മെന്റ് ജോബായിട്ട് കൺസിഡർ ചെയ്യുക. അതിലേക്ക് യൂസ് ചെയ്യേണ്ട പാരാമീറ്റർ, അതായത് ഏതാണ് സെർവർ എന്നോ അല്ലെങ്കിൽ അതിന്റെ കീ എന്താണെന്നോ ഒക്കെ നമുക്ക് ഇതിൽ പാരാമീറ്റർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് നോഡ് ഇതിന്റെ അകത്ത് നിന്ന് ഈ വർക്ക് ഫ്ലോയുടെ അകത്ത് നിന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സേ ഞാൻ പുതിയൊരു ജോബ് ഇവിടെ ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഡമ്മി ഒരു പേര് കൊടുക്കുന്നു. കോൾ വർക്ക് ഫ്ലോ റീയൂസബിൾ CD എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുന്നു. പേര് കൊടുത്തിട്ട് യൂസസ് ഇവിടെയാണ് ഞാൻ മറ്റേ ഫോൾഡറിന്റെ മറ്റേ വർക്ക് ഫ്ലോയുടെ ഇത് കൊടുക്കുന്നത്. സേ GitHub/വർക്ക് ഫ്ലോസ്. ബിക്കോസ് ഇതൊരു സെയിം ഡയറക്ടറിയിൽ സെയിം ഇതിൽ വരുന്ന സെയിം റെപ്പോസിറ്ററിയിൽ വരുന്ന ഒരു വർക്ക് ഫ്ലോ ആണ്. വർക്ക് ഫ്ലോ സ്ലാഷ് ഏതാണ് റീയൂസബിൾ CD. അയ്യോ, CD.YAML ഫയൽ.
ഇവിടെ വിത്ത് എന്താണ്? ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു നമ്മൾ ഇവിടെ ഒരു ഇൻപുട്ട് പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പാരാമീറ്റർ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇവിടെ പാസ് ചെയ്യാം. വിത്ത് എന്താ? വിത്ത് ഇത് കോളൻ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡോട്ട് ഗിറ്റബ് ആണ്. അതാണ് ഓക്കെ. സോ ഇതിൽ ഞാൻ വേറെ ഡിപ്പെൻഡൻസി ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഒരു റീയൂസബിൾ സിഡിയിലേക്ക് പാസ് ചെയ്യുന്നു. ഈ ഒരു പർട്ടിക്കുലർ വേരിയബിൾ പാസ് ചെയ്യുന്നു. അവൻ ആ വേരിയബിൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അവൻ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നു. അപ്പോൾ യൂഷ്വലി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ കൊടുത്തിട്ട് എൻവയോൺമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഇതിലേക്ക് വേരിയബിൾ ആയിട്ട് പാസ് ചെയ്യും. എന്നിട്ട് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ സാധനം കമ്മിറ്റ് ചെയ്യുവാണ്. ഇവിടെ കോൾ വർക്ക്ഫ്ലോ റീയൂസബിൾ സി ഡി എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഡിപ്പെൻഡൻസി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ പാരാമീറ്റർ ഉണ്ടോ? പാസ് ചെയ്ത വാല്യൂ റീയൂസബിൾ വേരിയബിൾ പാസ്റ്റ് വേരിയബിൾ ഇൻപുട്ട് പാരാമീറ്റർ പാസ്റ്റ് വേരിയബിൾ വാല്യൂ അങ്ങനെയാണോ നമ്മൾ കൊടുത്തത്? പാസ്റ്റ് ഇൻപുട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഹൈഫൺ വെച്ചിട്ട് എങ്ങാണ്ടാണ് കൊടുത്തത്. ടെസ്റ്റ് ഇൻപുട്ട് കേസ് അത് കറക്റ്റായിട്ട് പോപ്പുലേറ്റ് ആയിട്ടില്ല. അത് വേരിയബിൾ നെയിം എന്തോ മിസ്മാച്ച് ഉണ്ട്. സോ ഇങ്ങനെയാണ് ആക്ച്വലി വിളിക്കുന്നത് റീയൂസബിൾ ആയിട്ട് വർക്ക് ഫ്ലോസ്. അപ്പം എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഇതൊരു കോമൺ ഒരു റീയൂസബിൾ വർക്ക് ഫ്ലോ ആണ്. അപ്പോൾ ഇവനെ വിളിക്കാൻ എനിക്ക് മൾട്ടിപ്പിൾ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഫസ്റ്റ് ചെയ്ത കോഡിന്റെ അകത്ത് ഞാൻ സെയിം സ്റ്റെപ്സ് ഡിപ്ലോയ്മെന്റ് സ്റ്റെപ്സ് എല്ലാം ഇതിന്റെ അകത്ത് കൊടുക്കുന്നത് കോമൺ ആയിരിക്കാം. അഷർ CLIയിലേക്ക് ലോഗിൻ ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, പിന്നെ വല്ല റൺ കമാൻഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതെല്ലാം കൊടുക്കുന്നത് കോമൺ ആയിരിക്കും. അപ്പോൾ എനിക്കത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു റീയൂസബിൾ ഇതായിട്ട് വെച്ചിട്ട് അവനെ വിളിച്ചിട്ട് ഇതിനെ പാരാമീറ്റർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നത്. പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുമ്പം എനിക്കിപ്പോൾ പ്രോഡക്റ്റ് ഡെവ് UAT-ലേക്ക് പാസ് ചെയ്യുന്ന സാധനം ഇതിന്റെ എൻവിറോൺമെന്റ് വാല്യൂ ആയിരിക്കും വരേണ്ടത്. ഓക്കെ, ഇപ്പൊ സം സീക്രട്ട് ഉണ്ട്. എനിക്ക് ഡിപ്ലോയ്മെന്റ് സമയത്ത് സം സീക്രട്സ് വേണം. അത് ഓരോ എൻവിറോൺമെന്റിൽ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു ബിൽഡ് ആയിരിക്കും എടുക്കുന്നത്. ബട്ട് ഡിപ്ലോയ് ചെയ്യുമ്പം ഈ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് എൻവയോൺമെന്റ്സ്, ഓക്കെ, ഇവിടെ ഡെവില് ഞാനൊരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ അഷറിലേക്ക് വെബ് ആപ്പിലേക്കാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എനിക്കിവിടെ എൻവയോൺമെന്റ്സിന്റെ അകത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. എൻവയോൺമെന്റ് സീക്രട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എൻവയോൺമെന്റ് വേരിയബിൾ എന്ന് പറഞ്ഞുണ്ട്. എൻവയോൺമെന്റ് സീക്രട്ട് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം അവന് എൻക്രിപ്റ്റ് ചെയ്തിട്ട് വെക്കത്തുള്ളൂ. പിന്നെ ഇത് നമുക്ക് യുഐയിലൊന്നും വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇത് എൻക്രിപ്റ്റ് ചെയ്താ വെച്ചിരിക്കുക. ഈവൻ അത് ക്രിയേറ്റ് ചെയ്ത ആൾക്ക് വരെ അത് പിന്നെ എടുക്കാൻ പറ്റത്തില്ല. മീൻസ് വ്യൂവിൽ വരത്തില്ല. ബട്ട് നമുക്ക് ആ പൈപ്പ് ലൈനിന്റെ അകത്തെല്ലാം അത് യൂസ് ചെയ്യാം. ഈ പർട്ടിക്കുലർ എൻവയോൺമെന്റ് ഞാൻ നേരത്തെ ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നിനും കൊടുത്തില്ലേ, ആ പർട്ടിക്കുലർ എൻവയോൺമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു എൻവയോൺമെന്റ് വേരിയബിൾ ഈ ഡെവിലും UAT-ലും ഇതിലും ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ എൻവയോൺമെന്റ് വേരിയബിൾ ടെസ്റ്റ് ആപ്പ് സർവീസ് നെയിം, ഓക്കെ, ഡെവ് ആപ്പ് സർവീസ്, ഇതേ നെയിം തന്നെ ഞാൻ എല്ലാ എൻവയോൺമെന്റ്സിലും ആഡ് ചെയ്യും. ബട്ട് ഈ വാല്യൂ മാത്രമായിരിക്കും ഡിഫറെന്റ്. ഡെവില് വന്ന് ആഡ് ചെയ്തു, UAT-ൽ വന്നിട്ട്
UATക്ക് ഒരു എൻവയോൺമെന്റ് വേരിയബിൾ ആഡ് ചെയ്തു. അതേപോലെ പ്രൊഡക്ഷൻ വരുന്നു. പ്രൊഡക്ഷനിൽ ഒരു എൻവയോൺമെന്റ് വേരിയബിൾ ആഡ് ചെയ്യുന്നു. ഇവ 3 എൻവിറോൺമെന്റിലും ഞാനൊരു എൻവിറോൺമെന്റ് വേരിയബിൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഇത് നമ്മളെ ഇതിന്റെ അകത്ത്, ഈ പൈപ്പ് ലൈനിന്റെ അകത്ത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നാണ് നോക്കുന്നത്. അതിന്റെ ടു ഡിപ്ലോയ് ടു ഡെവ് എന്ന് പറഞ്ഞ് ഞാനത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ ഞാൻ ഓൾറെഡി എൻവിറോൺമെന്റ് ഡെവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് സിൻടാക്സ്. env ഡോട്ട് എൻവിറോൺമെന്റ് വാല്യൂ ഡോട്ട് നേരത്തെ കൊടുത്ത പേരെന്താണോ ആ പേര്, ഇവിടെ കൊടുത്ത പേരെന്താണ്, ആപ്പ് സർവീസ് നെയിം, ഇതെടുത്തിട്ട് വന്ന് ടൈം കഴിയാറായി, ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ഇവിടെ കൊണ്ടുവന്ന് ഇത് കൊടുത്തു. ഓക്കെ, ഇത് സെയിം സാധനം തന്നെ ഞാൻ ഇവിടെയും കൊടുക്കും, ഇവിടെയും കൊടുക്കും. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻവിറോൺമെന്റ് അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ്, ഇത് ഈ കൊടുത്തിരുന്ന ടെസ്റ്റ് സെയിം ആണ്, ബട്ട് എൻവിറോൺമെന്റ് അനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് വാല്യൂ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. നമുക്ക് സോറി കമ്മിറ്റിൽ കൊണ്ടുവേണ്ട സാധനം. ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും ഉണ്ടോ? എൻവിറോൺമെന്റ് വാല്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, നമുക്കിനി ഒരു 10 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെ ഡിപ്ലോയ് ടു ഡെവിലെ ആ എൻവയോൺമെന്റ് വാല്യൂ എടുക്കണം. അത് വന്നിട്ടില്ല, അത് ചെക്ക് ചെയ്യണം. ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ, കുറച്ച് മുന്നേ ഒരു റെപ്പോ ക്രിയേറ്റ് ചെയ്ത് ഈ സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഹലോ ഗിറ്റപ്പ് ആക്ഷൻസ്. ഇത് ഡവ് ആപ്പ് സർവീസ് എന്ന് പറഞ്ഞാൽ ആ എൻവയോൺമെന്റ് വാല്യൂ എന്ന് വരുന്ന ഇതാണ്. അതേപോലെ ഇതിലും എല്ലാം എടുക്കും. സോ അങ്ങനെ നമുക്ക് സീക്രട്സും അങ്ങനെ കൊടുക്കാൻ പറ്റും. സീക്രട്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കൊടുത്തത് env ഡോട്ട് എന്നാണ്. സീക്രട്ട് ആണെങ്കിൽ സീക്രട്ട് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കണം. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്തത് ഒട്ടുമിക്കതും കവർ ചെയ്തു. ഓക്കെ, അപ്പം ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നത് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് മീ ഇൻ ലിങ്ക്ഡിൻ. ഈ ഗിറ്റബ് റെപ്പോയിൽ ഇതിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡെമോക്ക് യൂസ് ചെയ്തതൊക്കെ അവൈലബിൾ ആണ്. യു ക്യാൻ സ്കാൻ ദിസ് QR കോഡ് ഓൾസോ. ഓക്കെ. Hi, Niran. Just a quick question. Secrets and env per environment set ചെയ്ത പ്ലേസ് ഒന്നുകൂടെ ഷോ ചെയ്യൂ. സെറ്റിംഗ്സിൽ
എൻവറോൺമെന്റ്സിൽ നമുക്ക് ഓരോ ഓക്കെ എൻവറോൺമെന്റ് ഡിഫൈൻ ചെയ്തിട്ട് ഇപ്പോൾ പ്രോഡ് ആണെന്നുണ്ടെങ്കിൽ പ്രോഡിന് എന്താണ് എൻവറോൺമെന്റ് വാല്യൂ, അതിന്റെ സീക്രട്ട് എന്താണെന്നുണ്ടെങ്കിൽ സീക്രട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ എൻവറോൺമെന്റ് വാല്യൂ എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. സീക്രട്ട് കൊടുത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കാണാനും പറ്റത്തില്ല. ബട്ട് പൈപ്പ് ലൈനിന്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ sure, Niran. I think I missed that part. Got it. ഓക്കെ ഓക്കെ ഇതിന്റെ അകത്ത് ഇങ്ങനെ എടുക്കാം. അപ്പൊ സെയിം സ്റ്റെപ്പിന്റെ അകത്ത് തന്നെ ഈ വാല്യൂ മാത്രം ഡൈനാമിക് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഓക്കെ ഹായ് നിരൻ. ഹായ്. ഇതിൻ്റെ അകത്ത് ടാഗിങ് ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പൊ ഒരു പകുതി മുതൽ മാത്രം ഒരു ഡിപ്ലോയ്മെന്റ് പകുതി ഓൾറെഡി റൺ ചെയ്തു, പകുതി മാത്രമേ എനിക്ക് റൺ ചെയ്യണ്ടൂ. അപ്പോൾ അങ്ങനെയുള്ള ടാഗിങ് ഓപ്ഷൻസ് ഉണ്ടോ? പകുതി എന്ന് ഉദ്ദേശിച്ച എന്ത് രീതിയിലാണ് ടാഗിങ്? മീൻസ് ഇപ്പൊ ഒരു ഡിപ്ലോയ്മെന്റ് നടക്കുകയാണ്, അപ്പൊ ഒരു ഫെയിലർ വന്നു. ആ ഫെയിലർ ഉണ്ട് അതിന്റെ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ ആക്ഷൻസിൽ വന്നിട്ട് ഇപ്പം ഫെയിലായി, ഈ ഒരു സാധനം ഫെയിൽ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് ഫെയിൽ ആയിരിക്കുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മാത്രം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് മാത്രം സെലക്ട് ചെയ്തിട്ട് റൺ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെത് ഓക്കെ ഇവിടെ കണ്ടോ, റീറൺ ഓൾ ജോബ്സ് ഉണ്ട്. അപ്പം ഇപ്പം ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് പാസ്സായി, തേർഡ് സ്റ്റെപ്പ് മാത്രം ഫെയിൽ ആയിട്ട് കാണിക്കും, അവിടെ ഇൻഡു ഇട്ടിട്ട് കാണിക്കും. അപ്പോൾ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെനു ഇവിടെ വരും. അപ്പോൾ അതിൽ റീറൺ ഫെയിൽഡ് ജോബ്സ് എന്ന് മാത്രം കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പ് മാത്രം റീറൺ ചെയ്യാം. ഇപ്പം ഫെയിൽ ആയത് തന്നെ ന്നില്ല, എനിക്കിവിടെ വന്നിട്ട് വീണ്ടും ഇത് ഫുൾ അങ്ങ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പഴയ ഒരു പൈപ്പ് ലൈൻ കിടക്കുവാണ്. ഓക്കെ, ഇപ്പം പ്രൊഡക്ഷൻ ഞാൻ ലേറ്റസ്റ്റ് സാധനം ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തപ്പോൾ അത് പൊട്ടി. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പഴയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് റീറൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുത്തിട്ട് റീറൺ ജോബ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റും. നിരൺ ഒരു കാര്യം, ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ എനിക്ക് 2 ജോബ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ജോബിൽ എനിക്കൊരു ആർട്ടിഫാക്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ആർട്ടിഫാക്ട് സെക്കൻഡ് ജോബിൽ യൂസ് ചെയ്യാൻ പറ്റും. 2 ജോബും 2 റണ്ണറായിട്ടായിരിക്കുമല്ലോ എന്തായാലും റൺ ആവുന്നത്. അതെ, അതിനാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് അപ്ലോഡും ഡൗൺലോഡും എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, പാസ് ആർട്ടിഫാക്ട് ഡേറ്റ. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ജോബിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് ജോബ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ജോബ് റൺ ചെയ്യാൻ പാടുള്ളൂ. അത് നമ്മൾ കൊടുക്കണം. നീഡ്സ് ജോബ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് ജോബിൽ ഞാൻ അപ്ലോഡ് ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞൊരു ആക്ഷൻ ഉണ്ട്, action/upload artifact. ഇതിന്റെ അകത്ത് ഇന്ന ഫയൽ ഇന്ന പാത്തിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് രണ്ടാമത്തെ ജോബിൽ ഡൗൺലോഡ്, ബിക്കോസ് ഇത് രണ്ട് റണ്ണറാണ്. അപ്പം ഞാൻ ഈ അപ്ലോഡും ഡൗൺലോഡും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഇതിന്റെ ഒരു സ്റ്റോറേജിൽ പോയി സേവ് ആകും. ഓക്കെ, താങ്ക് യു. ഓക്കെ, എനിക്കുള്ളൊരു ഒരു യുണീക്കായ ക്വസ്റ്റ്യൻ ആണ്. അതെന്ന് വെച്ചാൽ എനിക്ക് ഇത് ആക്ഷൻസ് വെച്ച് ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു നോഡ് ആപ്ലിക്കേഷനാണ്. അപ്പൊ അതിലൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അത് നോഡ് PM2 വെച്ച് ഡിപ്ലോയ് ചെയ്തു. ഇതിന്റെ സീക്രട്സ് ഞാൻ റൺ ടൈമിൽ ഇതിന് ഒരു എന്താ പറയുക ആപ്ലിക്കേഷന് കൊടുത്തു. ലൈക്ക് ഞാൻ ഫയലിൽ എങ്ങും സേവ് ചെയ്ത് വെച്ചില്ല. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ആകുമ്പോൾ ആക്ച്വലി ക്രെഡൻഷ്യൽസ് അവിടെ നിന്ന് മിസ് ആവുന്നുണ്ട്. സ്ട്രിക്ട്ലി ആക്ഷൻസിന്റെ ക്വസ്റ്റ്യൻ അല്ല, കുറച്ചുകൂടി സീക്രട്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ഇഷ്യൂ ലൈക്ക് ഇപ്പൊ വെച്ചാൽ PM2 റീസ്റ്റാർട്ടിന് കുഴപ്പമില്ല, പക്ഷെ മെഷീൻ ആക്ച്വലി നമ്മുടെ EC2 ഇൻസ്റ്റൻസ് ഫുള്ളി റീസ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ആ സീക്രട്സ് അവിടെ ലോസ് ആയി പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ലൈക്ക് അത് നോക്കുകയാണെങ്കിൽ ഒരു ENV ഫയലിൽ റൈറ്റ് ചെയ്ത് വെക്കാം. അത് പക്ഷെ അത്ര മോസ്റ്റ് സെക്യൂർ ഒരു മെത്തേഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ആസ് ഓഫ് നൗ അത് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ബെറ്റർ വേസ് ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിരുന്നു. ഇവിടെ കുറെ എക്സ്പേർട്സ് ഉണ്ട്, അവരുടെ ആൻസർ ആയിരിക്കും നല്ലത്. ബിക്കോസ് ഞാൻ മെയിനായിട്ട് ഇതിലല്ല ചെയ്യുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ ഇങ്ങനത്തെ സിനാരിയോയില്?
നമ്മൾ സാറിന് പൈപ്പ് ലൈൻ വെച്ചിട്ട് കണ്ടെയ്നറിൽ എൻവയോൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസ്റ്റാർട്ട് ആവുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ENV ഫയലിൽ പ്രത്യേകം റൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, കാർത്തിക് ഒരു ആൻസർ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ യൂസ് AWS SDK ആൻഡ് ഫെച്ച് ഇറ്റ് അറ്റ് ബൂട്ട് ടൈം ആൻഡ് ആഡ് ടു അല്ലെങ്കിൽ നമ്മൾ കീ മാനേജ്മെന്റ് സീക്രട്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സർവീസസ് ഉണ്ടല്ലോ. കീ വോൾട്ട് സർവീസ് ഉണ്ട്. ഇപ്പം അഷൂറിൽ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ ഈ വോൾട്ട് ഇതൊക്കെ ഉണ്ടല്ലോ, മീൻസ് സീക്രട്സും കീസും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സർവീസ് യൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന പോലെ എഴുതണം. നമ്മളപ്പോൾ എൻവയോൺമെന്റ് വേരിയബിളിൽ മേ ബി നമ്മളിപ്പം ഇന്ന സീക്രട്ട് പാത്ത് എന്ന് പറഞ്ഞ് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഓക്കെ, എന്നിട്ട് ഈ പർട്ടിക്കുലർ മെഷീന് മാനേജർ ഐഡന്റിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മാനേജർ ഐഡന്റിറ്റി വെച്ചിട്ട് നമ്മൾ ആ കീ വോൾട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു കെൻ ഈസിലി ഫെച്ച് ദ സീക്രട്ട് ഓർ കീ ഫ്രം ദാറ്റ്. അതായിരിക്കും കുറച്ചും കൂടി നല്ല അപ്രോച്ച്. Understood. Thank you, guys. Okay. Hello, everyone. So thanks for sticking up so much. 8 മണിക്ക് തുടങ്ങിയ മീറ്റാണ്. പിന്നെ നിരനിടയിൽ പറഞ്ഞ തള്ളാണ്. ആക്ച്വലി തള്ളായിട്ടൊന്നുമല്ല, അടിപൊളി സെഷൻ ആയിരുന്നു. ഐ മൈസെൽഫ് ഇസ് എ ബിഗിനർ. പക്ഷെ എനിക്ക് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റി. പിന്നെ ഇടയിൽ കറണ്ട് പോയി, നെറ്റ് പോയി, അതിലൊന്നും നമ്മൾ തളർന്നില്ല. പിന്നെ നമ്മളെ ഓഡിയൻസ് ആയാലും നല്ല ഇന്ററാക്ഷൻ ആയാലും അടിപൊളിയായിരുന്നു ആസ് എ ഹോൾ. ആൻഡ് ആസ് ഫാർ ആസ് ഡെവോപ്സ് മലയാളം ഇസ് കൺസേൺഡ്, നിരൻ നമ്മളെ ഭയങ്കര റെഗുലർ ആയിട്ടുള്ള ഒരു എന്താ പറയുക വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്പീക്കറാണ്. സോ ഈസ് ലൈക്ക് എൻ അസെറ്റ് ടു അസ്. ആൻഡ് വൺ മോർ തിങ്, സാറ്റർഡേ നമ്മൾ ഇതേപോലെ ജിജു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓഫ്ലൈൻ മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. DM കോളിന് ശേഷം ഇത് നമ്മൾ 3ാമത്തെ ഓൺലൈൻ സെഷനും പിന്നെ സാറ്റർഡേ വരുന്നത് നമ്മൾ ഫസ്റ്റ് ഓഫ്ലൈൻ മീറ്റപ്പും ആയിരിക്കും. അപ്പോൾ അത് ഇൻഫോ പാർക്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയിലാണ് നടക്കുന്നത്. 2 അടിപൊളി സെഷൻസ് നമ്മൾ അവിടെയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നെറ്റ്വർക്കിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാൻ വിചാരിക്കുന്നു, എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് നിരൻ വൺസ് അഗൈൻ. ഇനിയും കൂടുതൽ സെഷൻസ് നമുക്ക് ഭാവിയിൽ ഒരുമിച്ച് ചെയ്യണം. വിശ്വജിത്ത് എന്തെങ്കിലും പറയാൻ? ഇപ്പോ ഞാൻ ആ പോസ്റ്റ് കണ്ടായിരുന്നു, കേടെയാണ് നമ്മൾ ഓഫ്ലൈൻ സെഷന് പ്ലാൻ ചെയ്യണേ. അപ്പൊ അത് റെക്കോർഡിംഗ് ആണോ? ആ ഒരു സെഷൻ റെക്കോർഡിംഗ് ആണോ? റെക്കോർഡിംഗ് അത് നമുക്ക് നോക്കാം. മീറ്റപ്സ് നമ്മൾ നോർമലി റെക്കോർഡിംഗ് ഓഫ്ലൈൻ സെഷൻ ആണ്. പുറത്താണ്. അപ്പോ ഓക്കെ, ഓൾറൈറ്റ്, അത് നമുക്ക് നോക്കാം. ഞാനത് ടീമായിട്ട് ഷുവർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റിക്കിംഗ് അപ്പ്. ഇനി എന്തെങ്കിലും ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ യു ക്യാൻ സ്റ്റേ ബാക്ക്. എനിക്കറിയില്ല എത്ര പേര് ഇടയിൽ കൂടെ ഡിന്നർ കഴിച്ചു എന്താണെന്നും അറിയില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്റ്റിക്കിംഗ് അപ്പ്. അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം.